എല്ലാവരിലും ഈ സമയം സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി ദൈവനാമത്തിന്റെ ശക്തി വന്ന് നിറയട്ടെ. ശിരസിൽ തങ്ക കിരീടമണിയിക്കട്ടെ, വിശുദ്ധിയുടെ തങ്ക കിരീടമണിയിക്കട്ടെ. ഈശോയുടെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ നാമങ്ങളെക്കാൾ ഉപരിയായ നാമം ഈശോയ്ക്ക് നൽകിയ പിതാവിനെ വാഴ്ത്തുന്നു. ഈശോയുടെ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അവന്റെ നാമത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു. പാപക്ഷമയ്ക്ക്, രോഗശാന്തിക്കായി ഏറ്റവും വലിയ ഔഷധം യേശു എന്ന നാമം, ഈശോ എന്ന നാമം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. സ്നേഹപൂർവ്വം അവന്റെ നാമത്തെ ഞങ്ങൾ ഉച്ചരിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. അവന്റെ നാമത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരമെന്ന് ഉയർത്താമോ? എന്നോട് ചേർന്ന് പറയുക. ഈശോ എന്ന നാമം സകല പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ. പാപത്തിലേക്കുള്ള ചായ്ച്ചിലുകളിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് കരകയറണം. ഈശോയുടെ നാമത്തിന്റെ ശക്തി, ഈശോയുടെ നാമത്തിന്റെ ശക്തി ഞങ്ങൾ കേൾക്കുന്ന വചനത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടേതല്ലാത്തതെല്ലാം ഞങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. പിതാവിനാൽ നടപ്പെടാത്ത ചെടികളെല്ലാം പിഴുതെറിയപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് നാം പ്രഭാതത്തിൽ മുതൽ ധ്യാനിച്ച വിഷയം എങ്ങനെ കർത്താവിൻ്റെ കൃപയെ തടസ്സപ്പെടുത്താം നമ്മളുടെ പാപങ്ങൾ എന്നുള്ള വസ്തുതയാണ്. പലരും പലപ്പോഴും മറന്നുപോകുന്ന ഒരു വസ്തുത അച്ഛൻ വളരെ ലളിതമായി സുന്ദരമായി പ്രതിപാദിച്ചു. അതിതാണ്, പാപം ജീവിതത്തിൽ ദൈവിക കൃപകളെ തടഞ്ഞു നിർത്തും, പ്രാർത്ഥനയെ വളരെ ഗുരുതരമായ രീതിയിൽ തടസ്സപ്പെടുത്തും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ എത്തിക്കും. എന്നിട്ട് ദൈവത്തോടുള്ള പരിഭവവും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള സ്വഭാവമെല്ലാം നമ്മളിൽ നിറയ്ക്കും. കാരണം ആശിച്ചത് കിട്ടാതെ വരികയും ഏറെ നാൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നിരാശപ്പെടുകയും കർത്താവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ആയിരിക്കില്ല പല സംഭവങ്ങൾക്കും പിറകിൽ, നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപക്ഷെ പല അനർത്ഥങ്ങൾക്കും പിറകിൽ ദൈവേഷ്ടമായിരിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. പണ്ടെപ്പോഴോ നമ്മൾ കേട്ടറിഞ്ഞ എവിടെ നിന്നോ കേട്ട ചില സംഭവങ്ങൾ, ചില കാര്യങ്ങൾ ഒരു തിയറിയായി നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകാം. ഉദാഹരണത്തിന്, സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കാനിരിക്കുന്നതും നന്മയ്ക്ക് എന്ന് കേട്ടിട്ടുണ്ടാകും. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണെന്നും തെറ്റായ ഒരു പഠനമാണെന്നും നമ്മൾ തിരിച്ചറിയണം. സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് എന്ന് വിചാരിക്കരുത്, സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കാണ് എന്നും വിചാരിക്കരുത്. ഹല്ലേലൂയ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. കർത്താവെ തന്നെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന വചനം റോമ 8:28 പക്ഷേ സംഭവിച്ചതെല്ലാം നന്മയ്ക്ക് എന്ന് വിചാരിച്ചിരിക്കരുത്. ഇന്ന് സംഭവിക്കുന്നതെല്ലാം ദൈവേഷ്ടമാണ് എന്ന് കരുതിയും വിചാരിക്കരുത്. എന്ത് സംഭവിച്ചാലും അതെല്ലാം ദൈവേഷ്ടമാണെന്ന് കരുതി സമാധാനിക്കുന്ന ചിലരുണ്ട്. അവരോടും ദൈവവചനം വളരെ കൃത്യമായി പഠിപ്പിക്കും. സംഭവിക്കുന്നതെല്ലാം ദൈവേഷ്ടമാണ് എന്ന് കരുതിയിരിക്കരുത്. അതുകൊണ്ട് സാധാരണ ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലരുടെ ജീവിതത്തിൽ more than 90% of their sufferings are not willed by the Lord. 90%-ലധികം സഹനങ്ങളും അനർത്ഥങ്ങളും ഒരുപക്ഷെ ദൈവേഷ്ടമായിരിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോൾ പാപം എന്തൊക്കെ
എന്തൊക്കെ ദുരന്തങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് കൊണ്ടുവരിക എന്ന് തിരിച്ചറിവില്ലാത്തവരാണ് എല്ലാം ദൈവേഷ്ടമാണ് എന്ന് കരുതി സമാധാനിക്കുന്നു. ഉദാഹരണത്തിന് 19-ാം അധ്യായം സുഭാഷിതങ്ങൾ 3-ാം വചനം 19:3 ഇപ്രകാരം വായിക്കുന്നു. നമ്മൾ സുഭാഷിതം 19:3 നമുക്കൊന്നിച്ച് വായിക്കാം. 19:3 വന്നോ? വായിച്ചേ. ഭോഷത്വമാണ്, അതായത് തെറ്റായ വഴികൾ. ഭോഷത്വം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. ദൈവം എന്തെന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ തീരുമാനം എടുക്കുക, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, അതിനെ അങ്ങ് പൂർത്തിയാക്കുക. ആ സ്വന്തം ഭോഷത്വം ആണ് നാശത്തിൽ കലാശിക്കുന്നത്. പക്ഷേ അവന്റെ ഹൃദയം കർത്താവിനെതിരെ പിറുപിറുക്കുന്നു, ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. യുവർ ഓൺ ഫോളി ലീഡ്സ് ടു റൂയിൻ ബട്ട് യുവർ ഹാർട്ട് റേജസ് അഗൈൻസ്റ്റ് ദ ലോർഡ്. കർത്താവിനെതിരെ പിറുപിറുക്കുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ ദൈവമേ, നീ എന്തിനിതെല്ലാം എൻ്റെ മേൽ വരുത്തി വെച്ചു? വൈ ഡു യു ഡു ദിസ് ടു മീ? വൈ ദിസ് ഈസ് ഹാപ്പനിങ്? മൈ പ്രേയേഴ്സ് ആർ നോട്ട് ആൻസേർഡ്. ഹൃദയം ദൈവത്തിനെതിരെ പിറുപിറുക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ജോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 6-ാം വാക്യം കൂടി വായിച്ച് മുന്നോട്ട് പോകുന്നു. 5-ാം അധ്യായം 6-ാം വാക്യം, ജോബിന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത്, വായിച്ചേ, അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നല്ല. അത് എവറിത്തിങ് ഈസ് ബൈ ചാൻസ് എന്നോ അല്ലെങ്കിൽ വിൽ ഓഫ് ഗോഡ് എന്നോ പറയുന്ന ഒരു സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലാണ് ഈ വചനം വഴി ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ കഷ്ടതകളും നിലത്ത് നിന്ന് ഓൾ ഓഫ് എ സഡൻ ബൈ ചാൻസ് മുളച്ചു വരുന്നതായിരിക്കില്ല. ചിലപ്പോൾ ഈ രോഗപീഠകളെല്ലാം ദൈവേഷ്ടമാണെന്ന് കരുതി സമാധാനിക്കേണ്ടതല്ല. അതിന് പിറകെ ചില കാരണങ്ങൾ കാണാം. ചിലയിടത്തുനിന്ന് പാപത്തിൽ നിന്ന് ആയിരിക്കാം കഷ്ടതകൾ ഉത്ഭവിച്ചു വരിക. എന്നിട്ട് അത് ദൈവേഷ്ടമാണ് എന്ന് കരുതി സമാധാനിക്കരുത് എന്നുള്ളതാണ് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരം ദൈവാലയമാണ്. ദൈവാലയത്തിന്റെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കണമെന്ന് വചനം വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആ ശരീരത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കാതെ അശുദ്ധിയിലും അല്ലെങ്കിൽ വ്യഭിചാരാസക്തിയിലോ അല്ലെങ്കിൽ മദ്യപാനാസക്തിയിൽ ഏറെ നാൾ നിലനിന്ന് മദ്യപാനം അവനെ മരണത്തിലേക്ക് നയിക്കാം. അങ്ങനെ ഒരുപക്ഷെ 70, 80 വർഷങ്ങളോ 90 വർഷം വരെയും ജീവിച്ചിരിക്കണം. അവനെക്കുറിച്ചുള്ള ദൈവേഷ്ടം അതായിരിക്കെ അവൻ 30, 35 വയസ്സിൽ കുടിച്ച് മദ്യപിച്ച് അവൻ്റെ ശ്വാസകോശമെല്ലാം ദ്രവിച്ചു തീർന്ന് മരിച്ചുപോയി എന്ന് കരുതുക. അപ്പോഴും ദൈവേഷ്ടമാണ് എന്ന് കരുതി സമാധാനിക്കരുത്. ദൈവേഷ്ടമായിരുന്നു, ആളെ കർത്താവ് തിരികെ വിളിച്ചു എന്ന് നമ്മൾ ഒരുപക്ഷെ പറയാം. പക്ഷേ ദൈവേഷ്ടമായിരുന്നിരിക്കില്ല. അതിൻ്റെ പിറകിൽ സ്വന്തം ഭോഷത്വമാണ് നാശത്തിലും മരണത്തിലും കലാശിക്കുക. കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം നിറവേറാതെ പോകുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, വിശുദ്ധനായ നമ്മളുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു വെച്ചു, ലോകത്തിന്റെ ഏറ്റവും വലിയ ട്രാജഡി, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് ടെററിസമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ അല്ല, മറിച്ച് ലാക്ക് ഓഫ് കോൺഷ്യസ്നെസ് ഓഫ് സിൻ, പാപബോധമില്ലായ്മ, പാപം എത്ര ഭയാനകമാണെന്നുള്ള അറിവില്ലായ്മ, പാപത്തെ ഭയപ്പെടാതിരിക്കുന്ന അവസ്ഥ, ഇതാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ട്രാജഡി. ടേക്കിംഗ് സിൻ ഫോർ ഗ്രാൻഡഡ്, ടേക്കിംഗ് സിൻ ഫോർ ഗ്രാൻഡഡ്, ടേക്കിംഗ് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പലതവണ പറഞ്ഞു വെച്ച തമ്പുരാൻ ഭയപ്പെടണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, ശരീരത്തെ മാത്രം കൊല്ലാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് അവനെ ഭയപ്പെടണം. ആരെ? ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാൻ കഴിവുള്ളവനെ ഭയപ്പെടണം എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നതിന്റെ കാരണം, ഈ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്നവൻ, നരകത്തിൽ എറിഞ്ഞു കളയുന്നവൻ ആരാണ്? അത് തമ്പുരാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നല്ല തമ്പുരാൻ, കരുണയുടെ മൂർത്തിഭാവമായവൻ, പാപികളെ രക്ഷിക്കാൻ വേണ്ടി വന്നവൻ, പാപിയുടെ മരണത്തിൽ ഞാൻ സന്തോഷിക്കുന്നില്ല എന്ന് പറഞ്ഞവൻ, അവൻ സൃഷ്ടിച്ചതൊന്നും നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ലാത്തവൻ, അവനായിരിക്കില്ല ആത്മാവിനെയും ശരീരത്തെയും നരകത്തിലേക്ക് എറിയുന്നത്. മറിച്ച് ആത്മാവിനെ നശിപ്പിക്കുന്നത് എന്താണെന്ന് വചനം നമ്മളോട് പറയുന്നുണ്ട്. അത് ശരീരത്തെ പോലും ബാധിക്കുന്ന വസ്തുതയാണ്, അതാണ് പാപം. അതുകൊണ്ട് വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് പ്രഭാഷകന്റെ പുസ്തകത്തിലെ 21 നിന്ന്
21 അധ്യായം 1 വായിക്കുന്നു. 1-2. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ സുറാഖ് 21:1-2. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കണം. സർപ്പത്തിൽ നിന്നെന്ന പോലെ നീ പാപത്തിൽ നിന്ന് ഓടിയകലണം. സർപ്പത്തെ ഭയപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തെ ഭയപ്പെടണം. അടുത്ത് ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും എന്നിവിടെ എഴുതുന്നു. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്, ഇറ്റ് ഡിസ്ട്രോയ്സ് ദ സോൾസ് ഓഫ് മെൻ. ഇറ്റ് ഡിസ്ട്രോയ്സ് ദ സോൾസ് ഓഫ് മെൻ. അപ്പോ ആത്മാവിനെ നശിപ്പിക്കുന്ന വസ്തുത പാപമാണ്. അതിനെയാണ് ഭയപ്പെടേണ്ടത് എന്ന് കർത്താവ് നമ്മളോട് പഠിപ്പിക്കുന്നു. വിസ്ഡം, ബുക്ക് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ 1 അധ്യായത്തിൽ നിന്ന് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. 1 അധ്യായത്തിൽ 11 വാക്യം. 1 അധ്യായം 11 വാക്യം. നിഷ്പ്രയോജനമായ മുറുമുറുപ്പിൽ പെടരുത്, പരദൂഷണം പറയരുത്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും. നുണ പറയുന്ന നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. നുണ ആത്മാവിനെ നശിപ്പിക്കാം, നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നശിപ്പിക്കുന്നത് ദൈവമല്ല, മറിച്ച് നശിപ്പിക്കുന്നത് പാപമാണ് എന്ന തിരിച്ചറിവ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ 10:10 ഇപ്രകാരം വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും അത്രേ. പക്ഷേ കള്ളൻ, അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും അത്രേ. അതാണ് പാപത്തിന്റെ സ്വഭാവം. നശിപ്പിക്കുക, മോഷ്ടിക്കുക, കൊല്ലുക എന്നുള്ളതാണ്. ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിന് അനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. ജെറമ്യ 5:25 പ്രകാരം വായിക്കുന്നു. ജെറമ്യ 5:25. ജെറമ്യ പ്രവചനം 5 അധ്യായം 25 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. എല്ലാവരും ചേർന്ന് വായിച്ചേ, ഉച്ചത്തിൽ വായിക്കാം. പാപങ്ങൾ ഇവയെല്ലാം നിന്നിൽ നിന്ന് നന്മ നമ്മളിൽ നിന്ന് അകറ്റുന്നത്, ദൈവിക കൃപാവരങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റുന്നത് പാപമാണ്. യുവർ സിൻ ഹാസ് ഡിപ്രൈവ്ഡ് യു ഓഫ് ഓൾ ദീസ് ബ്ലെസ്സിങ്സ്. നന്മകളെ നിന്നിൽ നിന്ന് അകറ്റി നിർത്തിയിരിക്കുന്നത് പാപമാണ്. പാപത്തിന് കൃപാവരങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റും, അനുഗ്രഹങ്ങളെ തടയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ അതിൻ്റെ മുമ്പിലത്തെ വർഷം ജൂലൈ മാസത്തിൽ കാലിഫോർണിയയിലൊരിടത്ത് ഞങ്ങൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവിനെയും കണ്ടു. ദിനു എന്ന ആ മനുഷ്യനെ ഞാനിപ്പോഴും മറന്നിട്ടില്ല. അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുള്ളിയുടെ കുടുംബത്തിലെ ചില പ്രതിസന്ധികളുമായിട്ട് വന്നു. കല്യാണം കഴിച്ചിട്ട് 9 വർഷങ്ങളായിരുന്നു ആ സമയത്ത് ഞാൻ കാണുമ്പോൾ, കഴിഞ്ഞ മുമ്പിലത്തെ വർഷങ്ങളിൽ. ദിനുവും ഭാര്യയും നമ്മളെ വന്ന് കണ്ടതാണ്. ഇവർ കുടുംബത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ, ഏറെ നാൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സംഗതി കൂടി മനസ്സിലായി. ഈ ദിനുവിൻ്റെ അമ്മ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വളരെ ഭീകരമായ ഒരു അപകടത്തിൽ മരിച്ചു. അതായത് വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഇട്ടുണ്ടായിരുന്നു, അത് പൊട്ടിത്തെറിച്ച് അമ്മ മരിക്കുകയാണ് ചെയ്തത്. 2 ദിവസം ആശുപത്രി കിടന്ന് മുഖമൊക്കെ പൊള്ളി. കഴിഞ്ഞതിന് ശേഷം മരിച്ചു. ഈ ദുരന്തങ്ങളുടെ കഥകളും അതുപോലെ വീട്ടിലെ അസ്വസ്ഥതകളെക്കുറിച്ചെല്ലാം കേട്ട് ഞാൻ ചോദിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, പപ്പയുടെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അത് ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. നാട്ടിലെ ബ്ലേഡ് കമ്പനി നടത്തുക, കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിനെ വളരെ സിമ്പിളായിട്ട് എടുത്തുകൊണ്ടിരിക്കുക, ചിന്തിച്ചിട്ടില്ല. വളരെ വചനം പറയുന്ന ഒരു സംഗതിയുണ്ട്, അന്യായമായ അശുദ്ധമായ പൈസ അതെപ്പോഴും മരണത്തിൽ കലാശിക്കുന്ന ഒന്നാണ്. യൂദസ് നമ്മളുടെ മുമ്പിൽ സ്വന്തം ജീവിതം കാണിച്ച് പറഞ്ഞു തരുന്ന ഒരു വലിയ പാഠമുണ്ട്. കർത്താവിന് പോലും, കർത്താവിൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്തവനെ ഒരു അശുദ്ധമായ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പോലും കർത്താവിന് പറ്റാത്ത അവസ്ഥയിൽ അവൻ സ്വയം തന്നെ കുടുക്കിയത് പൈസയോടുള്ള, ധനത്തോടുള്ള അമിതമായ മോഹം ആയിരുന്നു എന്നത് തീർച്ച. വചനം പറഞ്ഞു തരുന്ന ഒരു വസ്തുതയുണ്ട്, പ്രത്യേകിച്ച് ഈ അശുദ്ധമായ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. സുഭാഷിതങ്ങളിൽ അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. സുഭാഷിതങ്ങളിൽ 1 അധ്യായത്തിൽ വചനം 19, അക്രമത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്. അക്രമം എന്ന് പറയുമ്പോൾ മലയാളത്തിലെ നമ്മൾ ഇവൻ അക്രമമാണല്ലോ കാണിച്ചത് എന്ന് പറയുന്നത്. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമമില്ലാത്ത അവസ്ഥ. ക്രമക്കേടിലൂടെ
ക്രമരാഹിത്യത്തിലൂടെ നേട്ടമുണ്ടാക്കുന്നവരുടെ എല്ലാം ഗതി ഇതാണ്. അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കാം. സോ അക്സെപ്റ്റിംഗ് ഗെയിൻ ബൈ വയലൻസ് ഓർ സിൻ, പാപത്തിന്റെ ശമ്പളം മരണമത്ര എന്ന് പറയുന്ന വസ്തുത തന്നെ ആണിത്. അത് അവരുടെ ജീവനെ തന്നെ അപഹരിക്കാം. അവരുടെ എല്ലാം ഗതി ഇതാണ്. അശുദ്ധമായ പൈസ അല്ലെങ്കിൽ ശമ്പളം, അശുദ്ധമായ നേട്ടങ്ങൾ മരണത്തെ ക്ഷണിച്ചു വരുത്തും. അത് പിശാചിന് പൂർണ്ണ അധികാരമാണുള്ളത്. അപ്പോൾ ഈ ഒരു വചനമൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന് വിരുദ്ധമായിട്ട് ദൈവം ഒരിക്കലും പോകത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു കാര്യം ദിനുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അവൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന ഒരു തടസ്സം, അതിനെ വേണമെങ്കിൽ ശാപം എന്ന് പറയാം. ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ വിച്ച് യു ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഗ്രേസ്. അനുഗ്രഹത്തെ തടയുന്ന പാപത്തിൻ്റെ പ്രസൻസ്, ആ പാപത്തിൻ്റെ സാന്നിധ്യം, അൺകൺഫസ്ഡ് അൺറിപ്പൻറ്റഡ് സിൻ ബ്രിങ്സ് ദിസ് സിറ്റുവേഷൻ കോൾഡ് കേഴ്സ്. ഈ കേഴ്സ് എന്ന് പറയുന്നത് നിന്റെ പാപം മൂലം ദൈവം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. ശാപം എന്ന് പറയുന്നത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഇൻ വിച്ച് എ പേഴ്സൺ ഓർ എ ഫാമിലി ഈസ് ഡിപ്രൈവ്ഡ് ഓഫ് ബ്ലെസ്സിങ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ സിൻ. ഈ പ്രസൻസ് ഓഫ് സിന്നിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. പാപം കാലഹരണപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തിയറി. പാപം കാലഹരണപ്പെടുന്നില്ല. സിൻ ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ ഇറ്റ് സെൽഫ്. സമയം കുറച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പാപം ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഒരു 30 വർഷം കഴിഞ്ഞപ്പോൾ ആ പാപം അങ്ങ് തന്നെ തീർന്നു പോയി എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നോ, സിൻ ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ ഡെത്ത് ഓൾസോ, ആൻഡ് സിൻ ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ പാസിംഗ് ഓഫ് ടൈം. സിൻ ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് പ്ലേസ്. അതായത് ഒരു പാപത്തിൻ്റെ ഒരു അക്കൗണ്ട് അങ്ങ് തുറന്നിട്ട്, അല്ലെങ്കിൽ നാട്ടിൽ വെച്ച് തുറന്നു പാപം ചെയ്തു, അതിനുശേഷം സിംഗപ്പൂരിൽ വന്ന് സെറ്റിലായപ്പോൾ ആ പാപം അവിടെ അങ്ങ് തീർന്നു എന്ന് വിചാരിക്കരുത്. അൺലെസ് ആൻഡ് അണ്ടിൽ യു എൻട്രസ്റ്റഡ് ദ സിൻ ടു ദ ലോർഡ്. ദൈവത്തിന്, കർത്താവിന് പാപം ക്ഷമിക്കാനുള്ള അധികാരം അവന് മാത്രമാണുള്ളത്. പാപം ക്ഷമിക്കാൻ അധികാരമുള്ളവന്റെ അടുത്ത് കൊണ്ട് ഈ പാപം കൊടുക്കാത്തിടത്തോളം കാലം പാപത്തിന്റെ അക്കൗണ്ട് തീരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് യേശയ്യാ 22:22 നിന്ന് അച്ഛൻ പ്രസംഗിച്ചത്, അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല. അപ്പോൾ അവൻ അടയ്ക്കാത്തിടത്തോളം കാലം ഇതിങ്ങനെ തുറന്നു തന്നെ കിടക്കും. സേ ഹല്ലേലൂയ. പാപത്തിന്റെ അക്കൗണ്ട് കർത്താവ് ക്ലോസ് ചെയ്യുന്നില്ലാത്തോടത്തോളം കാലം ഈ പാപത്തിന്റെ അക്കൗണ്ടിൽ എന്നും ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് സമയം എത്ര കഴിഞ്ഞാലും, അല്ലെങ്കിൽ സ്ഥലം എത്ര കഴിഞ്ഞാലും അതങ്ങനെ തന്നെ. ഇനി പാപം ഒരാൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ പശ്ചാത്തപിക്കാതെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, മരണത്തോടുകൂടി അവൻ്റെ പാപം തീരുന്നില്ല. സിൻ റിമൈൻസ്. അങ്ങനെയാണ് ഈ ഫാമിലി ട്രീയിലേക്കൊക്കെ ഈ പാപത്തിന്റെ പ്രസൻസ് കടന്നു വരികയും അങ്ങനെ അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യുന്ന ചില സംഗതികൾ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളുടെ ഈ ദിനു എന്ന് പറഞ്ഞ ഈ വ്യക്തിയെ പഠിപ്പിച്ചു. ഇത് പശ്ചാത്തപിക്കേണ്ട സംഗതിയാണ്. ഏറെ വർഷങ്ങളായിട്ട് അശുദ്ധമായ ശമ്പളം, അശുദ്ധമായ നേട്ടം കുടുംബത്തിലുണ്ടായിരുന്നു. അത് അനുഗ്രഹത്തെ തടയുന്നു. നമ്മൾ പശ്ചാത്തപിക്കണം. നിങ്ങൾ പോകണം, തിരികെ പോയി ഈ കാര്യത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പറയണം. അമ്മയുടെ മരണവും കുടുംബത്തിൽ ചിലപ്പോൾ സംഭവിക്കുന്ന ചില സംഗതികളും ആ സഹോദരനുമായിട്ടുള്ള വഴക്കും അവരുടെ കുടുംബത്തിൽ ഐക്യമില്ലായ്മയും എല്ലാ കാര്യവും ഒന്നൊന്നായിട്ട് ഇങ്ങനെ മുന്നിൽ വരിക. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയണം എന്നാണ് വചനം പറയുക. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല എന്ന് വചനം പറയുന്നത്. എവരിത്തിങ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് ചുമ്മാ നാളെ ശരിയായിക്കോളും എന്നും പറഞ്ഞിരിക്കരുത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇറ്റ്സ് റിയലി അലാമിംഗ് നോട്ട് ടു നോ ദ റീസൺ ഓഫ് യുവർ സഫറിങ് എന്നാണ് ജെറുസലേം ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ. ഇങ്ങനെയാണ് വിസ്ഡം 17:12b അത് ഒരു വലിയ നീണ്ട ഇതാണ്, അത് മുഴുവൻ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇറ്റ്സ് റിയലി അലാമിംഗ് നോട്ട് ടു നോ ദ റീസൺ ഓഫ് യുവർ സഫറിങ് എന്നുണ്ട്. അതായത് പീഡന കാരണത്തെക്കുറിച്ചുള്ള അജ്ഞത അത് വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അങ്ങനെയുള്ള വസ്തുതയുണ്ട്. അതായത് പീഡനത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള അജ്ഞത. അപ്പം വചനത്തിലൂടെയാണ് നമുക്ക് ഇതിന്റെ ഒരു തെളിച്ചം കിട്ടുക. എവിടെയാണ്, എന്താണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നം. അപ്പോൾ ഈ ഒരു വ്യക്തി ദിനുവും കുടുംബവും നാട്ടിലേക്ക് തിരിച്ചുപോയി ഈ ഒരു കാര്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അപ്പനെ പറഞ്ഞു മനസ്സിലാക്കുകയും ആ ഒരു വസ്തുത നിർത്തുകയും അതിനുവേണ്ടി പശ്ചാത്തപിക്കുകയും കൊടുക്കേണ്ടവർക്ക് തിരികെ കൊടുക്കുകയും വേണ്ട വിധം പശ്ചാത്തപിച്ച് ഒന്നിച്ച് കുമ്പസാരിച്ച് പശ്ചാത്തപിച്ച് ഒരു ദിവസം പ്രാർത്ഥിച്ച് ഇതിനുവേണ്ടി റെപ്പറേഷൻ നടത്താനുള്ള പൂർണ്ണ ആഗ്രഹത്തോടു കൂടി തിരികെ വരിക, അമേരിക്കയിലേക്ക് തിരികെ വരികയും ചെയ്ത ഈ വ്യക്തി ഈ നാട്ടിൽ നടത്തിയ റെപ്പറേഷനോ അല്ലെങ്കിൽ ഈ പാപത്തിന്റെ സംഗതിയെ പാപമാണെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് തിരികെ വന്നതിന് 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ദിനുവിന്റെ ഭാര്യ ഗർഭിണിയായി.
ഇപ്പോൾ അവർക്ക് കുഞ്ഞുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടായത്. അതായത് 10 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലാതിരുന്നവർ ഒരു പാപത്തിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പാപത്തിന് അനുഗ്രഹത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട്. അപ്പൊ നിന്റെ പാപം മൂലം ദൈവം നിനക്ക് തരാത്ത ഒരു അനുഗ്രഹമോ, അല്ലെങ്കിൽ ദൈവം നിന്നെ പീഡിപ്പിക്കുന്നത് കൊണ്ടോ, ഒരു ശപിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പാപത്തിനനുസരിച്ച് ശിക്ഷിച്ചത് കൊണ്ടോ തടഞ്ഞു വെച്ച ഒരു അനുഗ്രഹമല്ല, മറിച്ച് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കുന്നതിന് തടസ്സമായി എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിലനിൽക്കുന്ന അവസ്ഥ. അതാണ് അൺകൺഫസ്ഡ് അൺറിപ്പന്റഡ് സിൻ. അത് നമ്മളെ അനേകം പ്രതിസന്ധികളിലേക്ക്, അനർത്ഥങ്ങളിലേക്ക് നയിക്കും. പക്ഷേ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ആളുകൾ നിരാശപ്പെട്ടു പോകും, അല്ലെങ്കിൽ ദൈവത്തിനെതിരെ പിറുപിറുത്തുകൊണ്ടേയിരിക്കും. സേ ഹല്ലേലൂയ. അതെവിടെ നിന്നാണ് വരുന്നതെന്ന് അറിവില്ലായ്മ പല പ്രതിസന്ധികളിലേക്ക് നയിക്കും. അതുകൊണ്ടാണ് വചനം പ്രഭാഷകൻ 27:27 ഇപ്രകാരം പറയുന്നു. 27:27 യുവർ സിൻ വിൽ റോൾ ബാക്ക് ടു യു ബട്ട് യു വിൽ നോട്ട് നോ വെയർ ഫ്രം ഇറ്റ് കംസ്. താൻ ചെയ്ത തിന്മ എങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്? വായിച്ച എല്ലാവരും. അപ്പൊ ആ തിന്മ തൻ്റെ മേൽ വന്ന് പതിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് വരുന്നത് എന്നവൻ അറിയില്ല. എന്തുകൊണ്ടാണിത് എന്നറിയില്ല. ആ സമയത്ത് നമ്മൾ ചിന്തിക്കുക, മിക്കവാറും അയാൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും ഈ കെട്ടിയോൻ വന്നേ പിന്നെയാണ് എനിക്ക് പ്രശ്നം, അല്ലെങ്കിൽ ഈ അയാളുടെ കണ്ണ് പതിച്ചിട്ടുണ്ടാകും എന്നിങ്ങനെ പലതും എനിക്കെതിരെ എന്തെങ്കിലും ചെയ്തു കാണും, മനുഷ്യരെന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ അവസാനം പറയും എല്ലാം ദൈവേഷ്ടമാണെന്ന് കരുതി സമാധാനിക്കുക, കർത്താവ് ചെയ്തതാണെന്ന് പറഞ്ഞ അവസാനം ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക് വരും. മറിച്ച് പാപമാണ് ഇത് ചെയ്തത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വചനമാണ് നമ്മളെ നയിക്കുക. ഹല്ലേലൂയ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സമ്പത്തിന്റെ മേഖലയിൽ പോലും ആണെങ്കിലും ഇങ്ങനെ ആളുകളായിട്ട് നിലനിൽക്കുന്ന ചില തടസ്സങ്ങൾക്ക് ചില കാരണങ്ങളുണ്ടാകും. വചനം പറയും ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് തരുന്നു, അതിലവിടും ദുഃഖം കലർത്തുന്നില്ല. ദൈവത്തിന്റെ അനുഗ്രഹം സമ്പത്ത് തരുന്നു, അതിലവിടും ദുഃഖം കലർത്തുന്നില്ല. പക്ഷെ ദുഃഖം കലർന്ന സമ്പത്തിന് പിറകിൽ ചിലപ്പോൾ അച്ഛൻ പറഞ്ഞ വചനം ഓർക്കുന്നുണ്ടല്ലോ, ഇൻസ്ട്രുമെന്റ് ഓഫ് ഏജന്റ് ഓഫ് സിൻ ബിക്കംസ് ഏജന്റ് ഓഫ് സഫറിങ്. ഏത് വഴി പാപം ചെയ്യുന്നോ അതുവഴി പീഡനം. അതേ ഏരിയയിൽ എപ്പോഴും പീഡനം നടന്നുകൊണ്ടിരിക്കും. ഈ പീഡനത്തിന് പിറകിൽ ആ അൺകൺഫസ്ഡ് പാപമാണ് ഒളിഞ്ഞിരിക്കുന്ന. ഈ പാപമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതാണ് കാര്യം. സേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ് വലതുകരം ഉയർത്തി പറയുക. പിതാവായ ദൈവമേ, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്നോട് സംസാരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കണമേ, പറഞ്ഞു തരണമേ. പശ്ചാത്തപിക്കാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ. പിതാവേ, ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തുക. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, ഇടപെടാൻ അവസരം കിട്ടുന്നത്, അല്ലെങ്കിൽ അവന് അധികാരം കിട്ടുന്നത്, അവന്റെ അധികാരത്തെ നമ്മൾ സ്വീകരിക്കുന്നത് പശ്ചാത്താപം മൂലമാണ്. നല്ല പശ്ചാത്താപത്തോടു കൂടി വചനത്തെ സ്വീകരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പശ്ചാത്തപിക്കുക, ആ സുവിശേഷത്തിൽ വിശ്വസിക്കുക. വിശ്വാസത്തെ പശ്ചാത്താപം മൂലമാണ് പ്രകടമാക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോൾ തന്നെ പശ്ചാത്തപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. പശ്ചാത്തപിക്കുന്നവർക്കാണ് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ സമാധാനവും സന്തോഷവും ദൈവിക കൃപാവരങ്ങളും ലഭിക്കുക. പശ്ചാത്താപം വഴിയാണ് കർത്താവിന് നമ്മളുടെ ജീവിതത്തിൽ അധികാരം കിട്ടുക. ദൈവരാജ്യം എന്ന് പറയുന്നത് എവിടെയാണോ ദൈവത്തിന് പൂർണ്ണ അധികാരം, കർത്താവിന് പൂർണ്ണ അധികാരം എവിടെയുണ്ടോ അതാണ് ദൈവരാജ്യം. ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നത് എൻ്റെ കുടുംബത്തിലെ എല്ലാ ഏരിയയിലും കർത്താവിന് അധികാരം കിട്ടുന്നുണ്ട് എന്ന് നാം സുനിശ്ചിതമാക്കുമ്പോഴാണ് ദൈവരാജ്യം സമീപിക്കുക. അതുകൊണ്ടാണ് പാപത്തെ ഗൗരവമായിട്ട് തന്നെ നമ്മൾ കാണണം. സിമ്പിളായിട്ട് എടുക്കരുത്. പാപത്തിന്റെ സാഹചര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച ചില പാപങ്ങളാകാം. അതിന് വേണ്ട വിധം പശ്ചാത്തപിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ പല പ്രാർത്ഥനകളും വ്യർത്ഥമായി പോകാം. നമ്മളുടെ പാപത്തിന് പ്രാർത്ഥനയെ തടയാനുള്ള ശക്തിയുണ്ട്.
പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്ന് വചനമുണ്ട്. പാപത്തിന്റെ അവസരത്തിൽ നിൽക്കും. ആരാണ് പാപി? പശ്ചാത്തപിക്കാത്തവൻ. വലിയ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കാതെ അതിനെ കൊണ്ട് നടക്കുമ്പോൾ അത് പ്രാർത്ഥനയെ തടയും. അതുകൊണ്ടാണ് യോഹന്നാൻ 9:31 ഇപ്രകാരം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9:31, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് വചനം പറയാ. ഒന്ന് വായിച്ച എല്ലാവരും ചേർന്ന് 9:31. അവൻ ആരെയാണ് കേൾക്കുന്നത്? ഒച്ചത്തിൽ പറഞ്ഞേ. ദൈവത്തെ ആരാധിക്കുകയും അവന്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരെയാണ് അവൻ കേൾക്കുക. അവന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഇതാണ്: പശ്ചാത്തപിക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അവന്റെ ഇഷ്ടം അവൻ വന്നപ്പോൾ തന്നെ പ്രകടമാക്കി. പശ്ചാത്തപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിന്നിയച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സംഭവം പറഞ്ഞു. ഞങ്ങൾ ആസാമിൽ നടന്ന ഒരു സംഭവം. ഒരു മകൻ ബൈബിളിന്റെ താള് കീറി മരിച്ചത് ഞാനിപ്പോഴും ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. വളരെ പേടിപ്പിച്ച ഒരു സംഭവം കൂടിയാണ്. ആ മകന്റെ പേര് ജൂൺ എന്നാണ്. ജൂൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ടിൻസുക്യ പാരീഷിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോയ വ്യക്തി. ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് രാത്രിയിൽ സംഭവിച്ച കാര്യമാണ്. അത് ഭ്രാന്തിളകിയ പോലെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് രാത്രിയിൽ ഫോൺ വന്നു. 1 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് അവിടെ നിന്ന് അവരുടെ കാറ്റഗിസ്റ്റും അതുപോലെ വീട്ടിൽ കൂടിയിരിക്കുന്ന ഒത്തിരി പേര് അവിടെ കൂടി നിൽപ്പുണ്ട്. അപ്പോൾ എന്നെ കാറ്റഗിസ്റ്റ് വിളിച്ചു. 1 മണി മുതൽ ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. രാത്രിയിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ അലറുന്നുണ്ട്. ഒരു പ്രാന്തിളകിയ പോലെയൊക്കെ കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നോർമലാകും. ആ സമയത്ത് അവനിങ്ങനെ ശാന്തമായിട്ടിരിക്കും. പിന്നെയും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് വരും. 2 മണിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. രാത്രി 2 മണിക്ക് ഇവനിങ്ങ് എഴുന്നേറ്റു അലറി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു ബൈബിൾ അങ്ങ് എടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു പേജ് ഇങ്ങനെ കീറിയിട്ട് അതേപടി അവിടെ വീണ് മരിക്കുകയാണ് ചെയ്തത്. ഒരു യുവാവായ ജൂൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഒരു 40-50 ആളുകൾ അവിടെ ഉണ്ട്. വീട്ടിൽ കൂടിയിരിക്കുന്ന ധ്യാനം കഴിഞ്ഞ് പോയൊരു വ്യക്തിയാണെന്ന് ഓർക്കുക. അപ്പോൾ ബൈബിൾ കീറിയെടുത്തു. അതോടെ എനിക്ക് അലർച്ച കേൾക്കാം. ആളുകളെല്ലാം ഒത്തിരി പേര് കരയുന്നുണ്ട്. കാരണം ഇവ നിലത്ത് വീണു, ആൾ കരയുന്നുണ്ട്. അപ്പോൾ എന്നോട് ഫോൺ ഇങ്ങനെ പറിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എന്നോട് പറഞ്ഞു, അച്ഛാ ബൈബിളിൻ്റെ ഹിന്ദിയിലാണ്, ഹിന്ദിക്കാരാണ് ഇതെല്ലാം, ആദിവാസി ക്രിസ്ത്യൻ. അപ്പോൾ ബൈബിളിൻ്റെ താള് കീറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു, അവൻ്റെ കയ്യിലുള്ള ബൈബിളിൻ്റെ താള് ഒന്ന് പുറത്തേക്ക് എടുക്കാവോ എന്ന് ചോദിച്ചു. അവരെങ്ങനെ ഇപ്പം ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. കൈ ഇങ്ങനെ ബലമായിട്ട് തുറന്ന് ആ താളെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അതൊന്ന് വായിക്കാവോ, ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അത് വായിച്ച്, ആ കാറ്റഗിസ്റ്റാണ് ഇത് വായിക്കുക. അവിടുത്തെ കാറ്റഗിസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം ഇത് വായിച്ചപ്പോൾ അവിടെ കൂടി നിന്നവരെല്ലാം കൂടെ ഒച്ചത്തിൽ കാർന്നത് ഞാൻ കേട്ടു. കാരണം ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നത്. ഇതാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിലെ 5-ാം വാക്യമാണ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നത്. 13-ാം അധ്യായത്തിൽ ലൂക്ക 13:5, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്ന വാക്കാണ് അതിൻ്റെ ഒരു ഭാഗമാണ് കീറിയെടുത്തത് ഹിന്ദി ബൈബിളിൻ്റെ. അന്ന് കയ്യിലുണ്ടായിരുന്ന ജൂൺ എന്ന് പറഞ്ഞ മകൻ മരിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഇതാണ്: യദി തും പശ്ചാത്താപ നഹീ കരോഗേ തും സബ് കെ സബ് ഇസി തരഹ് നഷ്ട് ഹോ ജാവോഗേ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ നശിക്കും എന്ന് പറഞ്ഞാണ് മനുഷ്യൻ അലറുന്നത്. യഥാർത്ഥത്തിൽ പാപത്തിന്റെ ആ കുടുംബത്തിലുണ്ടായിരുന്ന പാപങ്ങൾ, അന്ന് ആ ഒരു സംഭവം മൂലം ആ ഒരു വില്ലേജ് മുഴുവൻ പശ്ചാത്തപിച്ചു. അതിനുശേഷമുള്ള ധ്യാനങ്ങളിൽ ആ വില്ലേജിൽ നിന്ന് ആളുകൾ വന്ന്, ഒത്തിരി പേർ വന്ന് ധ്യാനം കൂടി പശ്ചാത്തപിച്ചു. ഏറെ നാളുകളായിട്ട് ഈ മദ്യമുണ്ടാക്കുന്ന വ്യവസായത്തിൽ അടിപ്പെട്ട് കിടക്കുന്ന കുടുംബമായിരുന്നു ഇവരുടെയൊക്കെ. ഹടിയ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാക്കും. അതെടുത്ത് വയ്ക്കും. പാവപ്പെട്ടവരാണ്, വളരെ പാവപ്പെട്ടവരാണ്, ടീ ഗാർഡൻ വർക്കേഴ്സാണ്. അപ്പോൾ അവർക്ക് മറ്റു വ്യവസ്ഥകളൊന്നും ഇല്ലാതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരുന്ന വ്യവസായമാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇപ്രകാരം നശിക്കും. പ്രിയമുള്ളവരെ, പാപം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വിപത്തുകൾ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതിലും അധികമാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ കാരുണ്യം. പക്ഷേ ആ കാരുണ്യത്തെ നിസാരമായി കണക്കാക്കരുത്. ഇപ്പോൾ നമ്മൾ കരുണയുടെ ജൂബിലി വർഷത്തിലാണ്. കർത്താവിൻ്റെ കരുണയെ നിങ്ങൾ നിസാരമായി കണക്കാക്കരുതെന്ന് വചനം പറഞ്ഞു. ചിലർ വിചാരിക്കും, കർത്താവ് കാരുണ്യമാണല്ലോ, പരിശുദ്ധ മാർപ്പാപ്പയും പറഞ്ഞിട്ടുണ്ട് വലിയ വലിയ പാപത്തിനൊന്നും ഒരു പ്രശ്നമില്ല, ആ പാപത്തെക്കുറിച്ചും വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ലാതെ പറഞ്ഞിരുന്നത്.
കർത്താവിൻ്റെ കാരുണ്യത്തെ പിതാവ് ഏറ്റവും കൂടുതലായിട്ട് ഇന്നിപ്പോൾ നമ്മളുടെ മുമ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മനുഷ്യന് ദൈവത്തിൻ്റെ കാരുണ്യത്തെ സീരിയസ് ആയിട്ട് എടുക്കണം, നിസാരമായി എടുക്കരുത് എന്ന് തന്നെയാണ്. ഇനി എന്താണ് കർത്താവിൻ്റെ കാരുണ്യം? നീ പാപം ചെയ്തുകൊണ്ടിരുന്നോ, ഒരു പ്രശ്നവുമില്ല, ഞാൻ എല്ലാം നോക്കിക്കോളാം എന്നാണോ? തീർച്ചയായുമല്ല. റോമാലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു. റോമ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവിൻ്റെ കാരുണ്യത്തെ നിങ്ങൾ നിസാരമായി കണക്കാക്കുകയാണോ ചെയ്യുന്നത് എന്ന് വചനം പറയുന്നുണ്ടെന്ന് വായിച്ചേ. 2:4 എഴുതുക. റോമാലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. 2-ാം അധ്യായം 4-ാം വാക്യം. അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? കരുണയുടെ ജൂബിലി ഓരോ വ്യക്തിയെയും പശ്ചാത്താപത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. എല്ലാവരും പറഞ്ഞേ, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കരുണയുള്ള തമ്പുരാനാണ് നമ്മളുടേത്. എത്ര വലിയ പാപമാണെങ്കിലും അവൻ ക്ഷമിക്കുന്നു, ഓർക്കുകയില്ല. പക്ഷേ അവൻ്റെ മുമ്പിൽ കരഞ്ഞ് പശ്ചാത്തപിക്കണം. എന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊട്ട ഒരു വചനഭാഗമാണ് 16-ാം അധ്യായം മർക്കോസിൻ്റെ 9-ാം വാക്യം. അവിടെ ആഴ്ചയുടെ ആദ്യ ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചേ. യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. 7 പിശാചുക്കളെ അവൻ പുറത്താക്കിയത്. ആദ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പ്രകടമാക്കുകയാണ് ചെയ്യുക. ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പ്രകടമാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇപ്രകാരം ചെയ്തത്. ആദ്യമേ തന്നെ മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. മഗ്ദലന മറിയത്തിന് നമുക്കറിയാം, അവളുടെ ഹിസ്റ്ററി അത്ര നന്നായിരുന്ന ഒരു ടീം ആയിരുന്നില്ല. അവളുടെ റിപ്പോർട്ട് കാർഡ് വളരെ മോശമായ ഒരു റിപ്പോർട്ടായിരുന്നു. ഏറെ നാളുകൾ പാപത്തിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് മഗ്ദലന മറിയം. അനേകരോടുകൂടി ചേർന്ന് പാപം ചെയ്തിട്ടുണ്ട്. ആ ഒരു വ്യക്തി കർത്താവിനെ കണ്ടപ്പോൾ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത് മഗ്ദലന മറിയത്തിന്റെ ജീവിതത്തിലെ പശ്ചാത്താപവും അവളുടെ കണ്ണീരും ഒന്നും നമ്മൾ മറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പശ്ചാത്തപിച്ച, അത് കഴിഞ്ഞ് കർത്താവിനെ വിടാതെ പിന്തുടർന്ന ആ സ്ത്രീ, അവൾക്ക് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യ ദർശനം അവൾക്ക് തന്നെ കൊടുത്തുകൊണ്ട് കർത്താവ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ദൈവരാജ്യത്തിന്റെ രഹസ്യം ഇതാണ്. നിന്റെ കഴിഞ്ഞ നാളുകൾ എത്ര തന്നെ ഗുരുതരമായ പാപവീഴ്ചകളുടേതു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, പക്ഷേ പശ്ചാത്തപിച്ചോ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത പാപങ്ങളെയും നിശേഷം മായ്ച്ചു കളയാൻ എനിക്കുള്ള അധികാരമുണ്ടെന്നും നിന്നെ ഞാൻ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നുമുള്ള ഉറപ്പാണ്. ആകയാൽ അവളെയാണ് കർത്താവ് പിന്നീട് ഈ ഏറ്റവും വലിയ ദൗത്യം കൊടുത്ത് അയക്കുന്നത്. നീ പോയി എൻ്റെ ശിഷ്യരോട് പറയുക, ഞാൻ അവരെ ഗലീലയിൽ കാണാൻ പോകുന്നു. അതായത് അപ്പസ്തോലന്മാരെ സുവിശേഷം അറിയിക്കുന്ന, ഉയർപ്പിന്റെ സന്തോഷം അറിയിക്കുന്ന വലിയ അപ്പസ്തോലിയായി അവൾ മാറി. അപ്പസ്തോലന്മാരുടെ അപ്പോസൽ ഓഫ് ദി അപ്പോസൽ എന്നാണ് അവളെ വിളിക്കുക. അപ്പോസൽ ഓഫ് ദി അപ്പോസൽസ്, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല ആയി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയും പാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം വലിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നിൽ നിന്ന് 7 പിശാചുക്കളെ പുറത്താക്കാൻ അവൾ കർത്താവിനെ തൻ്റെ പശ്ചാത്താപത്തിലൂടെ, തൻ്റെ കണ്ണീരിലൂടെ കർത്താവിനെ 7 പിശാചിനെ തന്നിൽ നിന്ന് പുറത്താക്കാൻ അനുവദിച്ചു. അല്ലെങ്കിൽ കർത്താവിൻ്റെ അധികാരം തൻ്റെ മേൽ ഉപയോഗിക്കാൻ അവൾ തൻ്റെ ഹൃദയത്തിൻ്റെ, തൻ്റെ കണ്ണീരിലൂടെ കർത്താവിനെ അനുവദിച്ചു എന്നുള്ളതാണ് വാസ്തവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 7 പിശാചുക്കൾ മുഖ്യമായിട്ടും ഉണ്ട് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിനെ നമ്മൾ 7 മൂലപാപങ്ങൾ എന്ന വിധത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അതെല്ലാം 7 പിശാചുക്കളാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം പുറകിൽ ഓരോ സ്പിരിറ്റാണ് വർക്ക് ചെയ്യുക. മുഖ്യമായിട്ടും 7 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൃപകളെ തടസ്സപ്പെടുത്തുന്നത്. പൈശാചിക പീഡകൾ 7 രീതിയിലാണ് വരിക.
അത് സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് സ്പിരിറ്റ് ഓഫ് ആങ്കർ. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന, ഈ 7 രണ്ടും ഒന്നിച്ചു പോകുന്ന 2 പിശാചുക്കളാണ്, ഈവിൾ സ്പിരിറ്റ്സ് ആണ്. ദ പ്രസൻസ് ഓഫ് ഈവിൾ. മുഖ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട, കൃപകളെ തടസ്സപ്പെടുത്തുന്ന, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണമായിരിക്കുന്ന ചില പ്രസൻസ് ഓഫ് ഈവിൾ ഇതായിരിക്കാം. 7 പിശാചുക്കൾ, മുഖ്യമായിട്ട് 7 പിശാചുക്കൾ. അവയിൽ ആദ്യ 2 എണ്ണം യഥാർത്ഥത്തിൽ ഒന്നിച്ചു പോകുന്നതും അത് മുഖ്യമായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിന്റെ തലത്തിൽ മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് സ്പിരിറ്റ് ഓഫ് ആങ്കർ. ഒരു മനുഷ്യന്റെ മനസ്സിനെ ആകപ്പാടെ ദൈവീക കൃപാവരങ്ങൾ സ്വീകരിക്കുന്നതിന് തടസ്സപ്പെടുത്തുകയും മലിനമാക്കി മനസ്സിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന 2 സംഗതികളാണ് ഈ 2 വസ്തുതകൾ. അതാണ് സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് സ്പിരിറ്റ് ഓഫ് ആങ്കർ. മറ്റു 2 എണ്ണം ഉണ്ട്, അതാണ് സ്പിരിറ്റ് ഓഫ് ഗ്രീഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് പ്രൈഡ്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്നിച്ചു പോകുന്ന ഒരു സംഗതികളാണ്. സ്പിരിറ്റ് ഓഫ് പ്രൈഡ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഗ്രീഡ്. അതായത് എന്തൊക്കെയാണ്? അഹങ്കാരത്തിന്റെ ആത്മാവ്, ഒപ്പം എന്താണ് ഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്രവ്യാഗ്രഹത്തിന്റെ, ധനമോഹത്തിന്റെ, ദ്രവ്യാഗ്രഹത്തിന്റെ ആത്മാവ്. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ ലൈഫിനെ, ആധ്യാത്മിക ജീവിതത്തെ നേരെ കടന്നാക്രമണം ചെയ്ത് ആത്മാവിനെ നശിപ്പിക്കാൻ കഴിവുള്ള 2 വസ്തുക്കളാണ്. ഈ 2 വസ്തുതകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്പിരിച്വൽ ലൈഫ് വളരെ ഡൗൺ ആയി പോകും, ഒരിക്കലും സാധിക്കാത്ത തരത്തിലായി പോകും. സ്പിരിച്വലി നമ്മളെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കുന്ന 2 വസ്തുക്കളാണ് അഹങ്കാരവും ധനമോഹവും. പിന്നെ 3 ഈവിൾ സ്പിരിറ്റ്സ് ആണ്. അത് ഏകദേശം ഒന്നിച്ചു പോകുന്ന 3 സ്പിരിറ്റ്സ് ആണ്. അതാണ് സ്പിരിറ്റ് ഓഫ് ലേസിനെസ്, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി. ഇത് 3ഉം ശരീരത്തിന്റെ ഭൂമിയിൽ, ശരീരത്തിന്റെ ഏരിയയിൽ മുഖ്യമായും വർത്തിക്കുന്ന, കടന്നാക്രമണം നടത്തുന്ന 3 ഈവിൾ സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് ഓഫ് ലേസിനെസ്, അതായത് അലസതയുടെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, ആസക്തിയുടെ ആത്മാവ്. സ്പിരിറ്റ് ഓഫ് ഗ്ലട്ടണി, അതായത് ഭക്ഷണപ്രമത്തിന്റെ അല്ലെങ്കിൽ ഭോജനപ്രിയത്തിന്റെ ആത്മാവ്. ഇത് 3ഉം ശരീരത്തിന്റെ ഭൂമിയിലാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക. ഇതിൽ ആദ്യത്തെ 2 എണ്ണത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണുന്നതായിരിക്കും. ആദ്യത്തെ 2 എണ്ണം, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ 7 എണ്ണത്തിലും ഏറ്റവും ക്രൂരം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ആണ് സ്പിരിറ്റ് ഓഫ് ജലസി. ഈ 7 എണ്ണത്തിലും ഏറ്റവും ക്രൂരൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പിരിറ്റ് ഓഫ് ജലസി അല്ലെങ്കിൽ അസൂയയുടെ ആത്മാവാണ്. വചനം പറയുന്നത് അസൂയ എന്ന് പറഞ്ഞ ശവക്കുഴി പോലെ ക്രൂരമാണ്. അതാണ് അസൂയക്ക് വചനം കൊടുക്കുന്ന വ്യാഖ്യാനം. ശവക്കുഴി പോലെ ക്രൂരമാണ് അസൂയ എന്നാണ് സോങ് ഓഫ് സോളമൻ, അതായത് എന്താണ് അതിന് മലയാളത്തിൽ പറയുന്നത്? സോങ് ഓഫ് സോളമന് ഉത്തമഗീതം തന്നെ. ഉത്തമഗീതത്തിൽ ഇപ്രകാരം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉത്തമഗീതത്തിലെ 8-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിലാണ് അതിന്റെ അവസാനത്തെ വാക്കുകളാണ്: അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്, അതിന്റെ ജ്വാല തീജ്വാലയാണ്, അതിശക്തമായ തീജ്വാല എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അതിന്റെ അവസാന ഭാഗത്താണത്. അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. ഈ വചനം ഒന്ന് ഏറ്റു പറയുക, വലതുകരം ഉയർത്തി ഏറ്റു പറയുക. അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്, അതിന്റെ ജ്വാലകൾ തീജ്വാലകളാണ്, അതിശക്തമായ തീജ്വാല, അതിശക്തമായ തീജ്വാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തുക. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 27-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പ്രഭാഷകന്റെ 27-ാം അധ്യായം, പ്രഭാഷകൻ 27 4-ാം വാക്യത്തിലാണ് എന്ന് തോന്നുന്നു. 27 അല്ല, പ്രഭാഷകന്റെ പുസ്തകത്തില് പ്രഭാഷകനല്ല, അത് മാറിപ്പോയതായിരുന്നു, സുഭാഷിതമാണ്. സുഭാഷിതം 27:4 സുഭാഷിതം 27:4. ക്രോധം ക്രൂരമാണ്, കോപം അനിയന്ത്രിതമാണ്, എന്നാൽ അസൂയ നേരിടാൻ ആർക്കാണ് സാധിക്കുക? അപ്പോൾ കോപത്തെക്കാളും ഭീകരനായ ഒരു വസ്തുതയായിട്ടാണ് ബൈബിൾ അസൂയയെ മുന്നിൽ കൊണ്ടുവരിക. ആ പിശാചിന്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിൽ വന്നത് എന്ന് നമുക്കറിയാം. ആദ്യമേ തന്നെ മരണം വരുന്നത് കായേൻ ആബേലിന്റെ ജീവിതത്തിൽ. ആബേലിന്റെ ജീവിതത്തിൽ ഒരു നന്മ വന്നപ്പോൾ അത് കായേനെ അലോസരപ്പെടുത്തുകയും അവന്റെ സന്തോഷത്തെ കെടുത്തുകയും ചെയ്തു. ദൈവിക സന്തോഷത്തെ, കർത്താവിൽ സന്തോഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ പാടെ നാമാവശേഷമാക്കുന്ന അതിക്രൂരമായ ഒരു ഈവിൾ സ്പിരിറ്റാണ്, ഒരു പൈശാചിക പീഡയാണ് അസൂയയിൽ ഒളിഞ്ഞിരിക്കുന്നത്. സേ ഹല്ലേലൂയ.
എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിൻസെന്റ് ഇപ്പോൾ അതിനെ സരസമായി ഇപ്രകാരം പറഞ്ഞു: മറ്റേത് പാപത്തിലും അല്പമെങ്കിലും ഒരു സന്തോഷമെങ്കിലും കിട്ടും. ഏത് പാപം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു സന്തോഷമുണ്ട്. പക്ഷേ എല്ലാ സന്തോഷത്തെയും എടുത്തു കളയുന്ന ഒരു സംഗതിയാണ് ഈ അസൂയ. മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടു കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക്, ഉറക്കമില്ലാത്ത അവസ്ഥയിലേക്കും ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കുന്ന ഒരു സംഗതിയാണ് അസൂയ. ഇതിനെക്കുറിച്ച് ഇംഗ്ലീഷിലെ ഒരു ട്രാൻസ്ലേഷൻ വളരെ ഒരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് പ്രോവർബ് 17:3 ആണ്. മലയാളത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ട് മലയാളത്തിൽ ഇടേണ്ട കാര്യമില്ല. രണ്ടും ഞാൻ പറഞ്ഞുതരാം. പ്രോവർബ് 17:3 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. അതായത് പ്രഭാഷകന്റെ 17:13 പ്രഭാഷകന്റെ 17:13. അത് മലയാളത്തിൽ ഇപ്രകാരമാണ്: ഉപകാരത്തിന് പകരം അപകാരം ചെയ്യുന്നവന്റെ ഭവനത്തിൽ തിന്മ വിട്ടകലുകയില്ല. അതായത് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവന്റെ കുടുംബത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വിട്ടകലുകയില്ല. അതിന് ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്: എനിവൺ ഹൂ റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നെവർ ലീവ് ഹിസ് ഹൗസ്. അവന്റെ കുടുംബത്തിൽ നിന്ന് ഈവിൾ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഹിസ് ഹൗസ് എന്നാണ് പറയുക. അതായത് ഒരുവന്റെ നന്മ കണ്ടു, ആ നന്മയ്ക്ക് പകരമായിട്ട് പെട്ടെന്ന് നമ്മളിൽ നിന്നൊരു തിന്മയാണ് പ്രവഹിക്കുന്നതെങ്കിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് പിന്നെ തിന്മ വിട്ടുപോകത്തില്ല. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ ധ്യാനം കൂടി നന്നായി, അവൻ ഏറെ നാളായിട്ട് കുടിക്കുകയും കമ്പനി കൂടാനായിട്ട് കൂടെ വന്നുകൊണ്ടിരുന്ന ആളാണ്, പാർട്ടിയിൽ നന്നായിട്ട് മദ്യപിച്ചിരുന്ന ആളാണ്. പുള്ളി ഒരു ധ്യാനമൊക്കെ ചേർന്നതിന് ശേഷം, ധ്യാനം കൂടിയതിനു ശേഷം തിന്മ അങ്ങ് പാടെ ഉപേക്ഷിച്ചു, ഇനി കുടിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. നന്മയാണോ തിന്മയാണോ? പറഞ്ഞേ, നന്മയാണോ തിന്മയാണോ? നന്മയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു നന്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കൂട്ടുകാരൻ പറയാം: ഓ, നീ വലിയ വിശുദ്ധനായല്ലോടാ, 2-3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം വരെ നിലനിൽക്കും, എനിക്കറിയാം. ഒരു നന്മയ്ക്ക് പകരമായിട്ട് നാവിൽ നിന്ന് പുറപ്പെട്ടത് ഒരു തിന്മ, പുച്ഛം, കുറ്റപ്പെടുത്തുക. നീ വലിയ വിശുദ്ധനായല്ലോ. നന്മയ്ക്ക് പകരം തിന്മ ഇങ്ങനെ ചെയ്യുന്നവന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടകലില്ല. എനിവൺ ഹൂ റിട്ടേൺസ് ഈവിൾ ഫോർ ഗുഡ്, ഈവിൾ വിൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ഹിസ് ഹൗസ്. അവന്റെ കുടുംബം നിന്ന് വിട്ടുപോകത്തില്ല. ഇതാണ് ഈ അസൂയയുടെ ദുരാത്മാവ് ഒരു കുടുംബത്തിൽ കൊണ്ടുവരുന്ന പീഡ. അതിനെക്കുറിച്ച് ബൈബിൾ ഇപ്രകാരം ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2:24 ഇപ്രകാരം പറയുന്നു. ബുക്ക് ഓഫ് വിസ്ഡം 2:24 എന്ന് വായിക്കാവോ? ജ്ഞാനത്തിന്റെ പുസ്തകം 2:24. ജ്ഞാനത്തിന്റെ പുസ്തകം 2:24 അതേ സഭാപ്രസംഗമാണോ? ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 2:24 തന്നെ. പിശാചിന്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. മരണം ലോകത്തിൽ പ്രവേശിച്ചത് പിശാചിന്റെ അസൂയ നിമിത്തമാണ്. ഈ ഈവിൾ സ്പിരിറ്റാണ് മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവരിക. ഇന്നും അവന്റെ പക്ഷക്കാർ, അതായത് ആരൊക്കെ ജലസി വഴി ഈവിളിനോട് കൂട്ടുനിൽക്കുന്നോ, അവന് കോപ്പറേറ്റ് ചെയ്യുന്നോ, അവരുടെ പക്ഷക്കാർ ഈ മരണത്തെ, എപ്പോഴും ഡിസ്ട്രക്ഷനെ കുടുംബത്തിൽ അനുഭവിക്കും. അതാണ് അസൂയയുടെ ഈവിൾ സ്പിരിറ്റ്. അതുകൊണ്ട് വചനം പറയുന്ന ഒരു വാക്കുണ്ട്: ഈ അസൂയ അസ്ഥികളെ പോലും ക്ഷയിപ്പിക്കുന്ന ഒരു വസ്തുതയായിട്ടാണ് ബൈബിൾ പറയുന്ന. പ്രോവർബ് അല്ലെങ്കിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 30-ാമത്തെ വാക്യം, 14:30. സുഭാഷിതം 14:30 നമുക്കൊന്ന് വായിക്കാം. സുഭാഷിതം 14:30, 14:30. പ്രോവർബ് 14:30 എന്ന് വായിച്ചേ. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു എന്നാണ്. അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു. അതിൻ്റെ അത് ഗുഡ് ന്യൂസ് ബൈബിളിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ജലസി ഈസ് ക്യാൻസർ ഓഫ് ബോൺ. ജലസി ഈസ് ക്യാൻസർ ഓഫ് ബോൺ. ബോൺ ക്യാൻസർ ആണ് ജലസി എന്നത്. അസ്ഥികളെ പോലും ക്ഷയിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ജലസി എന്നാണ് ബൈബിൾ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവ് 15-ാം അധ്യായത്തിൽ, ലൂക്കായുടെ 15-ാം അധ്യായം ഗോസ്പൽ വിതിൻ ദ ഗോസ്പൽ എന്നറിയപ്പെടുന്ന ദൈവിക രഹസ്യങ്ങളെ മുഴുവൻ സമ്മറൈസ് ചെയ്യുന്ന ഒരു ചാപ്റ്ററായിട്ടാണ്, ഒരു അധ്യായമായിട്ടാണ് അറിയപ്പെടുക. ലൂക്കായുടെ 15-ാം അധ്യായത്തിൽ 3 കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, മൂന്ന് ഉപമകൾ വഴി. അതിൽ ആ മൂത്ത പുത്രൻ, അല്ലെങ്കിൽ എന്ത് പുത്രന്റെ ഉപമയാണ്? മൂന്നാമത്തെ ധൂർത്തപുത്രന്റെ ഉപമ. ആ ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും പറയുക, അത് ധൂർത്തപുത്രന്റെ ഉപമയേക്കാൾ മൂത്തപുത്രന്റെ ഉപമ എന്നാണ് പഠിപ്പിക്കേണ്ടത്. അതായത് ധൂർത്തപുത്രൻ യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു പോയവൻ പശ്ചാത്തപിച്ച് തിരികെ വന്നു. പക്ഷേ പശ്ചാത്തപിക്കാത്തവനായി ഒരുവൻ അവസാനം നിൽപ്പുണ്ട്.
അവനാണ് ആ മൂത്തപുത്രൻ. ഒരു അനിയന്റെ നന്മ കണ്ടപ്പോൾ അവൻ പശ്ചാത്തപിക്കുന്നത് കണ്ടിട്ട് അത് സന്തോഷം പകരാതെ പുറത്ത്, അകത്തേക്ക് കയറാതെ പുറത്ത് നിൽക്കുന്ന ഒരുവനുണ്ട്. അവനാണ് യഥാർത്ഥ ധൂർത്തൻ, അവനാണ് മൂത്തപുത്രൻ. അവന്റെ അസൂയ. തൻ്റെ സഹോദരനിൽ ഒരു നന്മ കണ്ടപ്പോൾ, അവൻ പശ്ചാത്തപിക്കുന്നത് കണ്ടപ്പോൾ അതിൽ സന്തോഷിക്കാൻ പറ്റാതെ പുറത്തു നിന്നവൻ. പ്രിയമുള്ളവരെ, ഒരൊറ്റ ഉപമയാണ് കർത്താവ് പൂർത്തിയാക്കാതെ അവസാനിപ്പിച്ചത്. ഈ ഉപമ മാത്രം. ബാക്കി എല്ലാ ഉപമയും കർത്താവ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഉപമ വഴിയിൽ വെച്ച് അബ്രപ്റ്റായിട്ട് അങ്ങ് എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഈ മൂത്തപുത്രൻ തൻ്റെ അസൂയ കാരണം അവൻ അപ്പനെ കുറ്റപ്പെടുത്തുന്നു, അനിയനെ കുറ്റപ്പെടുത്തുന്നു. അസൂയ ആരിലുണ്ടോ അവൻ്റെ വാക്കുകളിൽ അത് നീളിക്കും. കുറ്റപ്പെടുത്തുന്ന സ്വഭാവമായും അനിയനെ കുറ്റപ്പെടുത്തുന്നു, അപ്പനെ കുറ്റപ്പെടുത്തുന്നു. ഒന്നിലും സന്തോഷമില്ലാത്ത അവസ്ഥ. അതിൻ്റെ പിറകിൽ ജലസി ആയിരിക്കും യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുക. അതിങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങളായിട്ട് പുറത്തു വരും. ഹൃദയത്തിലുള്ളത് നാവിലൂടെ പുറത്തു വരും. ആ പുറത്തു വരുന്നതാണ് മനുഷ്യനെ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിലേക്ക് പോകുന്നതല്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അശുദ്ധനാക്കുന്നത്. അത് ഹൃദയത്തിന്റെ പൂർണ്ണതയിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുക. ഇപ്പൊ ഹൃദയത്തിൽ അസൂയ നിറഞ്ഞിരിപ്പുണ്ടെങ്കിൽ അധരങ്ങളിൽ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം. അവൻ അനിയനെ കുറ്റപ്പെടുത്തുന്നു, അവൻ വ്യഭിചാരികളുടെ കൂടെയായിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ അപ്പനെ കുറ്റപ്പെടുത്തുന്നു, അപ്പന്റെ കാരുണ്യത്തെയും അപ്പന്റെ സ്നേഹത്തെയും അവൻ കുറ്റപ്പെടുത്തുന്നു. അതിന് കാരണം അസൂയയാണ്. എന്നിട്ട് ഇവനിങ്ങനെ പുറത്തു നിൽക്കുക. അപ്പൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെ അനുരഞ്ജനപ്പെടുത്താൻ, അവനെ അകത്തേക്ക് ക്ഷണിക്കാനും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവൻ അകത്തേക്ക് വന്നോ അതോ എന്നേക്കുമായിട്ട് വിട്ടുപോയോ എന്നുള്ളത് അറിയത്തില്ല. അത് അവിടെ വെച്ച് കർത്താവ് അങ്ങ് തീർത്തു. കാരണം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ പൂർത്തിയാക്കേണ്ട ഒരു സംഗതിയാണത്. ഇത് നമ്മൾ അകത്തേക്ക് കയറി പശ്ചാത്തപിച്ച് അവൻ അകത്തേക്ക് വന്നോ അതോ അവൻ എന്നേക്കുമായിട്ട് അപ്പനെ വിട്ട് പുറത്തു പോയോ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പൂർത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ഒരേ ഒരു സംഭവം ഇതാണ്. ഈ അസൂയയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർത്ത് കളയാനും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തകർത്ത് കളയാനും. കാരണം കർത്താവിൽ സന്തോഷിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ പാടെ നാമാവശേഷമാക്കുന്ന ഒരേ ഒരു സംഗതിയാണ് ഈ അസൂയ. അതുകൊണ്ടാണ് അസൂയ ജീവിതത്തിന്റെ ദിനങ്ങളെ കുറച്ചു കളയും എന്ന് പ്രഭാഷകന്റെ 30:24 നമ്മൾ വായിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ 30-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. പ്രഭാഷകൻ 30:24 തോന്നുന്നു. 30:24 എന്താണുള്ളതെന്ന് നോക്കിയേ. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അതാണ് വേണ്ടത്. അപ്പോൾ അസൂയയും കോപവും രണ്ടും ഒന്നിച്ചു പോകുന്ന വസ്തുതകളാണ്. യഥാർത്ഥത്തിൽ ഈ അസൂയ, കോപം, ഇത് രണ്ടും മനുഷ്യന്റെ ഈ രണ്ട് ഈവിൾ സ്പിരിറ്റ്സ്, ഇത് രണ്ട് മൂലപാപങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ്. ഇവർ രണ്ട് ദുഷ്ടാത്മാക്കളും വളരെ ഫ്രണ്ട്സ് ആണ്. അവർ ഒരുമിച്ച് പോകുന്നവരും അവരുടെ ഏരിയ ഓഫ് വർക്ക്, അവരുടെ ആക്ടിവിറ്റി മെയിനായിട്ട് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആണ്. 3 തലങ്ങളാണ് വ്യക്തിക്കുള്ളതെന്ന് അറിയാലോ. മനസ്സ്, ആത്മാവ്, ശരീരം. ഈ 3 തലങ്ങളിലായിട്ട് ദുഷ്ടാത്മാക്കളും തങ്ങളുടെ വർക്കിനെ അങ്ങ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 മെയിനായിട്ട് മനസ്സിന്റെ ഭൂമിയിൽ കിടന്ന് ജോലി ചെയ്യുന്നവരാണ്. മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുക, മലിനമാക്കുക. അത് 2 ഈവിൾ സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് ഈവിൾ സ്പിരിറ്റ് ഓഫ് ആങ്കർ. കോപവും, കോപത്തിന്റെ ആത്മാവ്, അതുപോലെ അസൂയയുടെ ആത്മാവ്. ഇത് രണ്ടും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ്. കാരണം അവരുടെ ഏരിയ ഓഫ് ആക്ടിവിറ്റി ഈസ് ദ സെയിം. അതായത് ഒരു വ്യക്തിയുടെ മനസ്സാണ് മുഖ്യമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇത് വന്നു കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും മലിനമായിരിക്കും. ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ, എപ്പോഴും ദേഷ്യപ്പെടുക, കുറ്റപ്പെടുക. എന്ത് കണ്ടു കഴിഞ്ഞാലും ഒരു സന്തോഷമില്ല. ഏത് നന്മ കണ്ടു കഴിഞ്ഞാലും ഒരു തിന്മയുടെ ഒരു വാക്കങ്ങ് വെക്കും, ഒരു പുച്ഛത്തിന്റെ ഒരു സ്വഭാവങ്ങൾ പറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേട്ടോ ഒച്ചത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും നന്നായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രാർത്ഥന ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ് എന്നൊരു 2 വാക്കങ്ങൾ പറയുക. അതായത് ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ. ഹല്ലേലൂയ. ഒരാൾ നല്ലൊരു വണ്ടി മേടിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എവിടുന്നോ കള്ളപ്പണം വരുന്നുണ്ടെന്നുള്ളതാണ് നമുക്കൊരു സംശയം എന്നുള്ള ഒരു വാക്കങ്ങൾ വെച്ചു. അതായത് ഒരു നന്മയ്ക്ക് പകരം തിന്മ പറയുന്നവന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ ഒരിക്കലും വിട്ടുപോകില്ല എന്ന വചനം പൂർത്തിയായിരിക്കും. കാരണം എഴുതപ്പെട്ട ഓരോ വചനവും പൂർത്തിയായിരിക്കും. കാരണം കർത്താവ് ആ വചനത്തിനെതിരായിട്ട് നിൽക്കുന്നില്ല. ഗോഡ് നെവർ സ്റ്റാൻഡ്സ് അഗൻസ്റ്റ് റിട്ടൺ വേർഡ്. എഴുതപ്പെട്ട വചനത്തിന് വിരുദ്ധമായിട്ട് കർത്താവ് നിൽക്കില്ല.
കാരണം എഴുതപ്പെട്ട വചനം എല്ലാം പൂർത്തിയായിരിക്കും. അപ്പോൾ നന്മയ്ക്ക് പകരം തിന്മ പറയുന്ന ഒരു സ്വഭാവമുണ്ടോ? ഒരാളുടെ നന്മ കണ്ടു കഴിഞ്ഞപ്പോൾ എവിടുന്നേലും ഒരു തിന്മയുടെ ഒരു വാക്കങ്ങ് എടുത്തിട്ടോ അവന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുപോകത്തില്ല. അതാണ് അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്ന പൊടിയിൽ നിന്നല്ല. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ലേ, അവൻ നൊവേന ചൊല്ലുന്നുണ്ടാവും, വേറെ പലതരത്തിലുള്ള ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ടാവും, ധ്യാനങ്ങൾ പലതും പോകുന്നുണ്ടാവും. പക്ഷെ ഈ സ്വഭാവം, ഒരു കുറ്റം പറയുന്ന സ്വഭാവം അല്ലെങ്കിൽ പുച്ഛിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ ഇത് വരുന്നുണ്ടോ, ആ വ്യക്തിയുടെ ജീവിതം ഏറെ പ്രതിസന്ധികളിലേക്ക് പോകും. കാരണം പിശാചിന്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്തിലേക്ക് വന്ന് ഇന്നും അവന്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ഇത് അസ്ഥികളെ പോലും ജീർണിപ്പിക്കുന്ന സംഗതിയാണ്. വളരെ നിസ്സാരമായിട്ട് എടുക്കരുത്. അസൂയ ഇല്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ അത് നമുക്ക് മനസ്സിലാകുന്നത് മറ്റുള്ളവരിൽ ഒരു നന്മ കണ്ടു കഴിയുമ്പം എനിക്ക് അതിൻ്റെ അത് ശരിക്കും സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് പോയി കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒരാൾക്ക് നല്ലൊരു കഴിവുണ്ട്, ആ കഴിവ് നമുക്കൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേ ആൾ കണ്ടു കഴിയുമ്പോൾ വയ്യ മോൻ തിരിച്ചങ്ങ് പോവുകയോ അല്ലെ ഇതിനെക്കുറിച്ചങ്ങ് പണ്ടാതിരിക്കുക. ഒരിക്കലും ഒരു നീ നന്നായിട്ട് ചെയ്തു എന്ന് പറയാൻ ഹൃദയ സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയൊക്കെ ഉള്ളിലുള്ള ഈ ഒരു ദുഷ്ടാത്മാവിന്റെ, ഈ പിശാചിന്റെ സാന്നിധ്യത്തെയാണ് ധ്വനിപ്പിക്കുക. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ നിന്ന് മറ്റൊരു ഇതിന്റെ കൂടെ ചേർന്ന് പോകുന്ന സംഗതിയാണ് ദി സ്പിരിറ്റ് ഓഫ് ആങ്കർ. പ്രിയമുള്ളവരെ, ആങ്കറിനെ, അതായത് ഈ കോപ സ്വഭാവത്തെ വളരെ നിസ്സാരമായിട്ട് എടുക്കുന്നവരാണ് പലരും. പക്ഷേ ഏറെ ദൈവിക നന്മകളെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് മനുഷ്യന്റെ കോപം. അതായത് യാക്കോബിന്റെ 1-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് സഹായകരമാകുന്നില്ല. അതായത് ദൈവനീതി, അതായത് അവന്റെ കാരുണ്യം, നിന്നെ രക്ഷിക്കണമെന്നുള്ള കർത്താവിന്റെ ഇഷ്ടം, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഇഷ്ടം, നിന്റെ ഐ ഹാവ് എ വിൽ ഫോർ യു, അതായത് നിന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനായുള്ള പദ്ധതി. കർത്താവിന്റെ നീതി എന്നുള്ളത് എപ്പോഴും നമ്മളുടെ പാപങ്ങൾക്കും അതീതമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ദൈവത്തിന്റെ കാരുണ്യത്തെ പോലും നിസാരമാക്കി കളയുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണ് മനുഷ്യന്റെ കോപം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് സഹായകരമാകുന്നില്ല. വചനം പറയുന്നു, ഒന്നാമതായി ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും. പക്ഷെ ഈ ദൈവനീതി, ഒന്നാമതായി ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക, കർത്താവിന്റെ നീതി. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നന്മയ്ക്ക് പകരം നന്മ മാത്രം ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ നീതി. പക്ഷേ കർത്താവ് പഠിപ്പിച്ച ഒരു നീതിയുണ്ട്. നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അഭിലംഘിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിന്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മക്കളെ. ഇതാണ് ദൈവത്തിന്റെ നീതി. അപ്പോൾ ഈ ദൈവത്തിന്റെ നീതിയെ പോലും നിസ്സാരമാക്കി കളയുന്ന, എൻ്റെ ജീവിതത്തിൽ തടഞ്ഞു നിർത്തുന്ന ഒരു വസ്തുതയാണ് മനുഷ്യന്റെ കോപം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് തടസ്സമാണ്. അങ്ങനെ കോപമുള്ളവരുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടും. കർത്താവിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു വ്യക്തി നീങ്ങും. പെട്ടെന്ന് പിറുപിറുക്കുക, കുറ്റപ്പെടുത്തുക, അതൊക്കെ കോപത്തിൽ നിന്ന് വരുന്ന സംഗതിയാണ്. ഇങ്ങനെ കോപമുണ്ടെങ്കിൽ അത് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകളെ എല്ലാം തടഞ്ഞു നിർത്തും, കൃപകളെ നിഷേധിക്കും എന്ന് പിശാചിന് കൂടുതൽ അവസരം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ കോപിക്കുന്നവനെ കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ പറയുന്നു, മനുഷ്യന്റെ കോപത്തെക്കുറിച്ച് ഇപ്രകാരം നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 22 നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. 5:22 ഈശോ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള വാക്കുകൾ ചിലപ്പോൾ പറഞ്ഞു വെച്ചത് ഈ കോപത്തെ നമ്മൾ എത്ര സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. 5-ാം അധ്യായം 22 ഇപ്രകാരം പറയുന്നു. 5-ാം അധ്യായം 22, മത്തായിയുടെ സുവിശേഷം 5:22, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധി അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനായിട്ട് നരകാഗ്നിക്ക് ഇരയായി തീരും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കും. സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇത് കർത്താവ് വളരെ തമാശയായിട്ട് പറഞ്ഞൊരു വസ്തുതയായിട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത്, വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. കോപിച്ചാൽ നമ്മളുടെ കോപത്തിന് ന്യായവിധിയിലേക്കും നാശത്തിലേക്കും നരകത്തിലേക്കും, കോപത്തോടെ ഒരാളെ വിഡ്ഢി എന്ന് വിളിച്ചു, അല്ലെങ്കിൽ വിഡ്ഢി എന്ന വാക്കിനേക്കാളും സീരിയസ് ആയി എന്തുമാത്രം വാക്കുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ മനുഷ്യന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നതാണ്. നിന്റെ വാക്കുകൊണ്ട് നീ വിധിക്കപ്പെടും എന്നും ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. ഉദാഹരണത്തിന് 5-ാം അധ്യായം ഈ മത്തായിയുടെ തന്നെ സുവിശേഷത്തിലെ 5-ാം അധ്യായം 36 തോന്നുന്നു, അത് 36 വചനങ്ങളാണെന്ന് തോന്നുന്നു. 5-ാം അധ്യായത്തിൽ 12-ാം അധ്യായം 36 മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, 12:36 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും
വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. അടുത്ത വചനം, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടുകയും ചെയ്യും. വാക്കുകൾ കൊണ്ട് തന്നെ വിധിക്കപ്പെടും. നീ നമ്മളെ ആരെങ്കിലും വിധിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകൾ കൊണ്ട് തന്നെ നിനക്ക് കുറ്റം വിധിക്കപ്പെടും എന്നുള്ള വചനം. അതായത് ബൈ യുവർ വേർഡ്സ് യു വിൽ ബി കണ്ടംഡ്. നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന ഒരു വാക്കിന് നമ്മളെ കുറ്റം വിധിക്കാൻ, തിരികെ വന്ന് നമ്മളെ കുറ്റം വിധിക്കാൻ അധികാരമുണ്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ. മറ്റു പല ആക്ടിനെ കുറിച്ച് നമ്മളുടെ പാപകരമായ സാഹചര്യങ്ങൾ നമ്മൾ പശ്ചാത്തപിക്കും, പക്ഷെ വാക്കുകളെ കുറിച്ച് പലപ്പോഴും പശ്ചാത്തപിക്കത്തില്ല. ആ വാക്കുകൾക്ക് തിരികെ വന്ന് നമ്മളെ കുറ്റം വിധിക്കാൻ അധികാരമുണ്ട് എന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സുഭാഷിതം 9:12 തോന്നുന്നു, പുച്ഛിച്ചാൽ നീ തന്നെ ചുമക്കും എന്ന വചനമുണ്ട്. നീ പുച്ഛിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ദേഷ്യത്തോടെ ഒരാളെ പുച്ഛിച്ച് ചില സംസാരിക്കുക, ഈ ദേഷ്യത്തിൽ നിന്ന് വരുന്ന ചില സംഗതികളാണ് പുച്ഛം, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, മുറുമുറുക്കുക, പിറുപിറുക്കുക, അങ്ങനെയുള്ള സംഗതികളൊക്കെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തിരികെ വരും. ഈ വാക്കിന് നമ്മളെ വിധിക്കാനുള്ള അധികാരമുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കണം എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. അതായത് നിന്റെ വാക്കുകൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും. അപ്പോൾ നീ പുച്ഛിച്ചാൽ അത് നീ തന്നെ ചുമക്കും എന്ന് വചനം. ഹല്ലേലൂയ. പുച്ഛിക്കരുത്, പുച്ഛിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകുമെന്ന് ഏശയ്യായുടെ 28:23 തോന്നുന്നു. ഏശയ്യ 28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഏശയ്യായുടെ പുസ്തകത്തിലെ ഈ 28 22 23 ഒരു സംഗതി കിടപ്പുണ്ടെന്ന് നോക്കട്ടെ. 28 പുച്ഛിക്കരുത്, നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും എന്നാണ് 28 22. അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. നിന്ദിച്ചാൽ ബന്ധനങ്ങൾ കഠിനമാകും. അതായത് യുവർ പ്രോബ്ലംസ് വിൽ ബി കോംപ്ലിക്കേറ്റഡ് ഫർദർ എന്നാണ് ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. ഡു നോട്ട് സ്കോഫ്, അതർവൈസ് യുവർ പ്രോബ്ലംസ് വിൽ ബി കോംപ്ലിക്കേറ്റഡ് ഫർദർ. അപ്പോൾ ഈ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം, ഈ ദേഷ്യത്തോട് മറ്റുള്ളവരെ പുച്ഛിക്കുക, അതൊക്കെ തിരികെ വരുന്ന ഒരു സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഡിന്നച്ചൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു അച്ഛനെ കുറിച്ച് പറഞ്ഞു, ഒരു അലക്സ് അച്ഛൻ. ആ അച്ഛൻ ആസാമിലെ ഞങ്ങളുടെ ബിഷപ്പിന്റെ ഒരു സെക്രട്ടറി അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അച്ഛൻ്റെ കുടുംബത്തിൽ നടന്ന ഒരു കാര്യം അച്ഛൻ പറഞ്ഞതാണ്. അച്ഛൻ്റെ അപ്പൻ, അച്ഛൻ മലയാളി അച്ഛനാണ്, സലേഷൻ അച്ഛനാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നു ആസാമിൽ. അച്ഛൻ പറഞ്ഞതാണ്, ഈ ഒരു വചനത്തെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാണ്, അച്ഛാ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ കാര്യം മനസ്സിലാകുന്നത്. അച്ഛൻ്റെ അപ്പൻ ഭയങ്കര ദേഷ്യക്കാരൻ അപ്പനാണ്. ഒരിക്കൽ ആരോടും പറയാതെ, വീട്ടിൽ സഹോദരങ്ങളൊക്കെ ഉള്ളതാണ്, അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ നാട്ടിലുണ്ട്. അച്ഛൻ്റെ അപ്പൻ ഒരു പ്രോപ്പർട്ടി അങ്ങ് വിറ്റു. അപ്പം അതിനെക്കുറിച്ച് ആരോടും ചോദിച്ചൊന്നുമില്ല. അപ്പോൾ സഹോദരങ്ങൾ ചേട്ടായി വിളിച്ചു പറഞ്ഞു, അച്ഛൻ ചേട്ടാനെ വിളിച്ചു പറഞ്ഞു, ചേട്ടായി വന്നേ, പപ്പ ഇതെല്ലാം വിറ്റ് കളഞ്ഞു കേട്ടോ, ആ സാധനം അത് വിറ്റു, അതിനെക്കുറിച്ച് നമ്മളോട് പറഞ്ഞൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ചോദിക്കാനൊക്കെ ആയിട്ട് അച്ഛൻ നാട്ടിൽ ചെന്നു. അച്ഛൻ അപ്പനെയും അതുപോലെ സഹോദരങ്ങളെല്ലാം കൂട്ടി ഒരു ഡിസ്കഷനൊക്കെ നടത്തി. അതിൻ്റെ അകത്ത് ഇങ്ങനെ പപ്പ ചെയ്ത കാര്യം ശരിയല്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയ്ക്ക് ദേഷ്യം വന്നു. അപ്പം ഏതായാലും പപ്പ പറഞ്ഞു, അത് ഞാനങ്ങ് വിറ്റു, അതേ ഉള്ളൂ, എൻ്റെ പേരിലായിരുന്നു. ഞാൻ പപ്പ അങ്ങനെ പറയരുത്, അങ്ങനെ പേരിലുള്ളതാണെങ്കിലും ഒന്ന് വിൽക്കുന്നതിന് മുമ്പൊക്കെ കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി അല്ലേ, വിൽക്കുന്നതിന് മുമ്പ് പറയേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാണ്. ഓക്കെ അതങ്ങ് തീർന്നു, അങ്ങനെ അങ്ങ് വിടുവാണ്. പക്ഷേ അങ്ങനെ അങ്ങ് അതായത് അതിനെക്കുറിച്ചൊന്നും പശ്ചാത്തപിക്കാതെയോ അല്ലെങ്കിൽ ഒരു അപ്പോളജൈസ് നടത്താതെയും ഒന്ന് ക്ഷമാപണം പോലും നടത്താതെയും അപ്പൻ അങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് നിർത്തിയപ്പോൾ അച്ഛനങ്ങ് നിർത്താൻ പറ്റില്ല. പിന്നെയും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പന് ഭയങ്കര ദേഷ്യം വന്നു. എടാ പട്ടി, നിന്നോടല്ലേ പറഞ്ഞ് കുറയ്ക്കാതിരിക്കാൻ എന്ന് പറഞ്ഞു. അതോടുകൂടി അച്ഛൻ ശാന്തനായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അച്ഛൻ തിരികെ പോന്നു. ഇതിനെക്കുറിച്ച് പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല. ഈ അച്ഛൻ പറഞ്ഞ ഒരു വസ്തുതയുണ്ട്, എൻ്റെ അപ്പൻ പട്ടിയെ പോലെ കുറച്ചാ മരിച്ചേ. അന്നൊന്നും ആർക്കും മനസ്സിലായില്ല. പിന്നീട് ഈ വചനത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇറ്റ് വാസ് നോട്ട് ബൈ ചാൻസ്. മരിക്കുന്ന സമയത്ത് പട്ടിയുടെ സ്വരം മാത്രമായിരുന്നു അപ്പനിൽ നിന്ന് വന്നത്. വചനം പറയുന്നു, പുച്ഛിച്ചാൽ നീ തന്നെ ചുമക്കും, വെറുതെ പോവില്ല, അത് തിരികെ വരും. നീ പറഞ്ഞ സംഗതി കൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ വാക്കിന് കണക്ക് കൊടുക്കേണ്ടി വരും. ആ വാക്കിന് തിരികെ വന്നൊരു വ്യക്തിയെ നശിപ്പിക്കാനുള്ള അവസരവും അധികാരവുമുണ്ട്. എന്നിട്ടും ഇതൊക്കെ നമ്മളുടെ മേൽ വന്നു ഭവിക്കാതിരിക്കുന്നത് ഇതുവരെയും ഉള്ളതിനെ നിസ്സാരമായിട്ട് കണക്കാക്കരുത്. കർത്താവിന്റെ കരുണ, ദാറ്റ് ഈസ് mercy of God. Say hallelujah. പാപം ചെയ്തതിന് ശേഷവും ആ പാപം ഇതുവരെയും തിരികെ വരാതെ ഇപ്പോഴും നമ്മൾ നോർമലായിട്ട് അങ്ങ് നടക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരുണയെ നീ നിസ്സാരമായി കണക്കാക്കരുത്. അവന്റെ കരുണ നിന്നെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കുകയാണ് എന്ന് നീ അറിഞ്ഞുകൂടെ എന്ന് വചനം പറയുന്നു. അച്ഛൻ്റെ അപ്പൻ അങ്ങനെ മരിച്ചത് വളരെ ബൈ ചാൻസ് ആയിട്ട് ചിലരും എടുക്കാം. അന്ന് ആർക്കും മനസ്സിലായില്ല മരിക്കുന്ന സമയത്ത്, അത് വളരെ ബൈ ചാൻസ് ആയിട്ട് എടുത്തേ ഉള്ളൂ.
ഒരു പട്ടിയെ പോലെ കുരച്ച് മരിക്കുന്ന ഒരപ്പൻ. പക്ഷേ അതിൻ്റെ പുറകിലും ഈ ഒരു വസ്തുത നിലനിൽക്കുണ്ടായിരുന്നു. വചനം പറയുന്നു, അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല. ഇറ്റ്സ് റിയലി അലാമിംഗ് നോട്ട് ടു നോ ദ റീസൺ ഓഫ് യുവർ സഫറിങ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പോലും സഹായകരമാകുന്നില്ല എന്ന് വചനം പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞെല്ലാവരും ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഈ കോപത്തിന്റെ മറ്റൊരു സംഗതി കൂടെ ഉണ്ട്. കോപം മനുഷ്യന്റെ മനസ്സിനെ, ഞാൻ പറഞ്ഞല്ലോ, മനസ്സിനെ നേരിട്ട് ബാധിക്കും. അത് ഇറ്റ് ഓൾസോ അഡ്വേഴ്സ്ലി അഫക്ട്സ് ദ ഫാക്കൽറ്റി ഓഫ് യുവർ ഇന്റലക്ച്വൽ കപ്പാസിറ്റി. എത്ര കോപം കൂടുന്നോ അത്രയും മറവിയും അതുപോലെ ഭോഷത്വവും വർദ്ധിക്കും. തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സകല സാധ്യതകളും കൂടും. കാരണം ഇത് മൈൻഡിന്റെ കപ്പാസിറ്റിയെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യും, തെറ്റായിട്ട് ബാധിക്കും, അതായത് ദോഷകരമായിട്ട് ബാധിക്കും. എത്ര കോപമുണ്ടോ, കോപം എത്ര കൂടുന്നതനുസരിച്ച്, കോപത്തിന്റെ സ്വഭാവം കൂടുന്നതനുസരിച്ച് മൈൻഡിന്റെ കപ്പാസിറ്റിയെ ബാധിക്കും. അതായത് ജ്ഞാനത്തിന്റെ ഒരു വിസ്ഡം അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല, ജ്ഞാനം ഉണ്ടാകത്തില്ല. തെറ്റായ തീരുമാനങ്ങൾ എപ്പോഴും അറിയാതെ എടുത്തുകൊണ്ടിരിക്കും, നല്ല തീരുമാനങ്ങൾ എടുക്കത്തില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതാണെന്ന് തന്നെ വിചാരിച്ച് ആളെടുക്കും, പക്ഷേ അത് ഭോഷത്തരമായിരിക്കും. കാരണം വചനം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് സുഭാഷിതങ്ങളുടെ 14-ാം അധ്യായത്തിൽ 14:29 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട്, മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു. മുൻകോപി ഭോഷത്വത്തെ താലോലിക്കുന്നു എന്നാ പറഞ്ഞത്. അതായത് മുൻകോപവും ഭോഷത്തരവും ഒന്നിച്ചു പോകുന്ന വസ്തുതയാണ്. മുൻകോപവും ഭോഷത്തരവും ഒന്നിച്ചു തന്നെ പോകുന്നു. ഇതിനെക്കുറിച്ച് സഭാപ്രസംഗൻ എക്ലേസിയാസ്റ്റസ് സഭാപ്രസംഗകന്റെ 7-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 7-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. സഭാപ്രസംഗന്റെ 7-ാം അധ്യായത്തിലെ സഭാപ്രസംഗൻ 7:9 ആണെന്ന് തോന്നുന്നു. 7-ാം അധ്യായത്തിലെ 9-ാം വചനം അല്ലെന്ന് വായിക്കാമോ? 7-ാം അധ്യായം സഭാപ്രസംഗൻ 7-ാം അധ്യായത്തിലെ 9-ാം വചനം വായിക്കാം. ക്ഷിപ്രകോപം അരുത്, കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു. അതായത് കോപവും ഭോഷത്തരവും ഒന്നിച്ച് തന്നെ ചേർന്ന് പോകുന്ന, അതായത് മടിയിൽ കിടക്കാൻ തക്ക വിധമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കോപത്തിന്റെ അടുത്ത് ഭോഷത്തരത്തിനുള്ളത്. അതായത് എവിടെ കോപമുണ്ടോ അവിടെ ഭോഷത്തരം അവന്റെ മടിയിൽ വിശ്രമിക്കും, അവിടെ ഭോഷത്തരം ഉണ്ടാകും. തെറ്റായ തീരുമാനങ്ങൾ അറിയാതെ എടുത്തെടുത്ത് പോകും. എവിടെ ജോലി ചെയ്യേണ്ടായോ അവിടെ ചെന്ന് കൈയിടും, എവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായോ അവിടെ ചെന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. അവസാനം വിഡ്ഢിത്തരത്തിലേക്ക് കലാശിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം വാക്യത്തിലാണത്. മത്തായി 12:30, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ചിലർ കോപത്തോടുകൂടി ചിലർ ശേഖരിക്കും, കോപം വഴി ചിലത് ശേഖരിക്കാമെന്ന് വിചാരിക്കും. ഭർത്താവിനെ ഒന്നും മെരുക്കാൻ വേണ്ടി എൻ്റെ കോപം ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. കോപം ഒരിക്കലും രക്ഷകനല്ല. കോപം വഴി ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. നീ കോപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കോപിച്ച് ചില വാക്കുകൾ സംസാരിക്കുകയും അല്ലെങ്കിൽ അത് ധമക്കി എന്നാ പറയുന്നത്, ഭീഷണി, കോപം ഭീഷണിയായിട്ട് മാറാം. ഭീഷണിപ്പെടുത്തുന്ന ചില ഭീഷണിപ്പെടുത്തുക, കോപം വരുന്നത് ചിലപ്പോൾ ഞാൻ ചത്ത് കളയും കേട്ടോ, ഞാൻ ഇട്ടേച്ച് പോകും കേട്ടോ എന്നൊക്കെയുള്ള സംസാരങ്ങളുണ്ടല്ലോ. അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് വിചാരിച്ചോ, അത് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് വരുന്നത് എപ്പോഴും വലിയ തിന്മയായിരിക്കും. കാരണം എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു എന്ന് തന്നെ കാര്യം. അപ്പൊ അതുകൊണ്ട് കോപം കൊണ്ട് എന്തെങ്കിലും നേടുന്നുണ്ടോ? കോപമുള്ള വ്യക്തി എപ്പോഴും ചിതറിച്ചു കളയുന്ന തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ. എത്ര കോപമുണ്ടോ അത്രയും മെന്റൽ ഫാക്കൽറ്റീസ് ഡൗൺ ആകും. അവന് ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. ഒരു കാര്യം വീണ്ടും 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 മറന്നുപോകും. മറവി എപ്പോഴും കൂടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കോപം കൂടിക്കഴിഞ്ഞാൽ മറവി കൂടിയിരിക്കും. ഇത് രണ്ടും ഒന്നിച്ചു പോകുന്ന അവസ്ഥ. കാരണം മെന്റൽ ഫാക്കൽറ്റീസിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്തിരിക്കും കോപം. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് സഹായകരമാകുന്നില്ല. അതുകൊണ്ട് കോപിക്കുന്നവനോടുകൂടി ചങ്ങാത്തം പോലും അരുത് എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. കോപ സ്വഭാവമുള്ളവനോടുകൂടി ഫ്രണ്ട്ഷിപ്പ് പോലും അരുത്, കാരണം അവന്റെ കോപത്തിൽ നീയും പെട്ടുപോകും എന്നാണ് വചനം പറയുന്നത്. പ്രോവർബ്, അതായത് സുഭാഷിതങ്ങളുടെ 22-ലാണ് നമ്മളത് വായിക്കുക. 22-ാം അധ്യായത്തിലെ 24-ഉം 25-ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. 22 അധ്യായം പ്രോവർബ് 22, 24, 25 വായിക്കുക. കോപശീലനോട് സൗഹൃദം പാടില്ല, രോഷാകുലനോട് ഇടപെടുകയും അരുത്. അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലം കണ്ടുപിടിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും. നീ അവന്റെ കെണിയിൽ ആ സ്പിരിറ്റ്, ആ സെയിം സ്പിരിറ്റ് നമ്മളെ അഡ്വൈസ് ചെയ്യും. അതായത് ഇതിൻ്റെ അകത്തൊരു സ്പിരിറ്റ് ഉണ്ട്, കോപത്തിന്റെ പുറകിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പോൾ അതിനോട് കൂടുതൽ ചങ്ങാത്തം പറ്റിക്കഴിഞ്ഞാൽ ആ സ്പിരിറ്റ് നമ്മളെ അഫക്റ്റ് ചെയ്യും, നമ്മളിലേക്ക് വരും. അപ്പം കോപശീലനോട് കൂടി നമ്മൾ കൂടുന്നതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും വിചാരിക്കും, അവൻ കോപിച്ചു കഴിയുന്ന പോലെ ഞാനും കോപിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഒന്ന് എന്നെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കോപത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് കോപശീലനോട് ചങ്ങാത്തം പോലും കർത്താവ് ആവശ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുന്നു.
ആകയാൽ രണ്ട് കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെങ്കിലും ഈ രണ്ട് കാര്യങ്ങളെ ചുരുക്കത്തിലൊന്ന് മനസ്സിലോട്ട് സൂക്ഷിക്കുക. ഈ രണ്ട് വസ്തുതകൾ ഒരു വ്യക്തിയുടെ മനസ്സിനെ മലിനമാക്കുകയും ദൈവിക കൃപാവരങ്ങളിൽ നിന്ന് നമ്മളെ നീക്കപ്പെടുകയും ദൈവിക കൃപാവരങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്ന രണ്ട് വസ്തുതയാണ് അസൂയയും കോപവും. വചനം പറയുന്നു, അസൂയയും കോപവും ജീവിതത്തിന്റെ ദിനങ്ങളെ വെട്ടിച്ചുരുക്കും. അതായത് ഭോഷത്വപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നിന്നെ പ്രേരിപ്പിക്കും. അവന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടൊഴിയുകയില്ല. Evil will not depart from his house എന്നാണ് പറയുക. ഹല്ലേലൂയ. ആരുടെയും നന്മ കണ്ടിട്ട് നമ്മുടെ വായിൽ നിന്ന് തിന്മയാണ് പുറപ്പെടുന്നതെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ കുടുംബത്തിൽ നിന്ന് തിന്മ വിട്ടുപോകില്ല എന്ന് തന്നെ തീർച്ച. കാരണം ഈവിൾ സ്പിരിറ്റിനെയാണ് നമ്മൾ എന്റർടൈൻ ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഈ രണ്ട് ഈവിൾ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ കർത്താവിൽ സന്തോഷിക്കാനുള്ള നമ്മളുടെ കപ്പാസിറ്റി ആകെപ്പാടെ ഡൗൺ ആകും. അങ്ങനെയാണ് സ്പിരിച്വലി നമ്മൾ വീക്കായി തീരും. പ്രിയമുള്ളവരെ, കർത്താവിൽ ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. കർത്താവ് ഒരാളുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്യുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരു നന്മ ചെയ്തുകൊണ്ട് നല്ലൊരു ജോലി കിട്ടി. ആ നന്മ ജോലി കൊണ്ട് നല്ലൊരു വണ്ടി മേടിച്ചു എന്ന് വിചാരിക്കുക. ദൈവത്തിന്റെ ബ്ലെസ്സിങ് ആണ് എല്ലാതും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ബ്ലെസ്സിങ് കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്കൊന്ന് സന്തോഷിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടെങ്കിൽ, സന്തോഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മൾ ഏറ്റവും വലിയ പാപത്തെ, അതായത് വ്യഭിചാര ദുർഭൂതത്തെക്കാൾ വലിയൊരു ദുർഭൂതത്തെയാണ് മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്നത്. അവൻ ഭീകരമായ വിപത്ത് നമുക്കുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് കരയണം. ഈ പാപത്തെ ക്ലോസ് ചെയ്യാനുള്ള, ഈ അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ, ഈവിൾ സ്പിരിറ്റിനെ കാസ്റ്റ് ഔട്ട് ചെയ്യാനുള്ള അധികാരം കർത്താവിന് നമ്മൾ പശ്ചാത്തപിച്ച് കൊടുക്കണം. അതിനെ നമ്മൾ തുറന്നാക്കി. എനിക്ക് അസൂയ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് വീണ്ടും വീണ്ടും കുമ്പസാരത്തിന് ഇറങ്ങണം. അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ക്ലാരിറ്റി ആൻഡ് കൺവിക്ഷൻ ഈസ് അറ്റ് ദ റൂട്ട് ഓഫ് ഡെലിവറൻസ്. അതായത് ഡെലിവറൻസ് കിട്ടണോ, അതിന് ആദ്യം വേണ്ടത് ക്ലാരിറ്റി ആൻഡ് കൺവിക്ഷൻ. ഇത് എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉള്ളിൽ ഈ പിശാച് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന് ഇതിനെ പുറത്താക്കാനുള്ള അധികാരം കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാപത്തെ ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കും, മറഞ്ഞു വെച്ചുകൊണ്ടിരിക്കും. അവൻ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാകത്തില്ലെന്ന് സുഭാഷിതം 28:13 പറയുന്നു. ഹി ഹു ഹൈഡ്സ് ഹിസ് സിൻ വിൽ നെവർ പ്രോസ്പർ. പാപം മറച്ചു വെക്കുന്നവൻ ഒരിക്കലും ഒരു നാളും ഉയർച്ച ഉണ്ടാകില്ല, അഭിവൃദ്ധി ഉണ്ടാകില്ല എന്നാണ് വചനം പറയുന്നത്. ഹി ഹു ഹൈഡ്സ് ഹിസ് സിൻ വിൽ നെവർ പ്രോസ്പർ. ജോ അപ്ന പാപ് छिपाता है कभी उन्नति नहीं करेगा എന്ന് ഹിന്ദി പറയുന്നു. പാപം മറച്ചു വെക്കുന്നവന് ഒരിക്കലും ഉയർച്ചയില്ലാത്ത അവസ്ഥയാണ്. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ചില പാപങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ പിറുപിറുക്കുന്ന സ്വഭാവമാകും. നാവിനെ നിയന്ത്രിക്കാത്തവൻ തന്റെ ഭക്തിയെ നിർവീര്യമാക്കുന്നു. വചനം പറയുന്നു, ആരെങ്കിലും ദൈവഭക്തനാണെന്ന് വിചാരിക്കുന്നോ, പക്ഷെ അവൻ നാവിനെ നിയന്ത്രിക്കുന്നില്ല, അവന്റെ ഭക്തി വ്യർത്ഥമത്രേ, അവന്റെ പ്രാർത്ഥന വ്യർത്ഥമത്രേ, അവന്റെ ധർമാചരണം എന്ത് തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാതെ, ഉദാഹരണത്തിന് 1 അധ്യായം 26 യാക്കോബിന്റെ 1:26 പറയുന്നു, ഒരാൾ ദൈവഭക്തനാണെന്ന് വിശ്വസിക്കുന്നു, അതായത് പല ധ്യാനങ്ങൾക്ക് പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, അതുപോലെ നോമ്പെല്ലാം നോക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ശരിയാണ്, കൊന്ത 3-4 ചെല്ലുന്നുണ്ടാകാം. പക്ഷേ തന്റെ നാവിനെ നിയന്ത്രിക്കാത്ത പക്ഷം അവൻ തന്നെ വഞ്ചിക്കുകയാണ്. അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ഹിസ് റിലീജിയസ് ആക്ടിവിറ്റീസ് ആർ വെയിൻ. അവന്റെ പ്രാർത്ഥനയും അവന്റെ ഉപവാസവും നോമ്പും എല്ലാം വ്യർത്ഥം. ചിലര് ഏറെ സഹനാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ആ സഹനമൊന്നും അനുഗ്രഹമായിട്ട് മാറാത്തതിന്റെ കാരണം എന്നാണെന്നറിയോ? പെറുപെറുപ്പും ആ നാവിനെ നിയന്ത്രിക്കാത്ത അവസ്ഥയും പെറുപെറുക്കുന്നു. വചനം പറയുന്നു, വ്യർത്ഥമായ പെറുപെറുപ്പ്, മുറുമുറുപ്പ് ആത്മാവിനെ നശിപ്പിക്കാൻ തക്ക കഴിവുള്ള പൈശാചിക പീഡയാണ്. അതാണ് കാര്യം. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ വേദന മാറാത്ത? ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. യെരമ്യായുടെ പുസ്തകത്തിലുണ്ട് 15 അധ്യായം 18 മുതലുള്ള വചനം. എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ചിലരുടെ ചോദ്യം ഇതാണ്. എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ ഇടേണ്ടത് ഇപ്പോൾ കേൾക്കുക. ഇവിടെ ശ്രദ്ധിച്ചേ, എന്താണ് എൻ്റെ വേദന മാറാത്തത്? ചില പ്രോബ്ലം മാറുന്നില്ല, ഏറെ നാളായിട്ടും ചില പ്രോബ്ലംസ് മാറാൻ നിൽക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കുക, എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ ഈ വിഷമസന്ധിയിൽ നിന്ന് എത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് വിടുതൽ കിട്ടാത്തത്? എൻ്റെ മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം പറ്റിപ്പോകുന്ന അരുവിയെ പോലെ നീ എന്നെ വഞ്ചിക്കുന്നോ? ദൈവത്തോട് ചോദിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം പറ്റിപ്പോകുന്ന അരുവി, അനുഗ്രഹം നിന്നു പോവാണല്ലോ. എന്റെ വേദന ഇങ്ങനെ മാറാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന എന്തുകൊണ്ട്? കർത്താവ് അരുൾ ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാൻ. തിരിച്ചു വരണം. എന്താണ്, എങ്ങനെയാണ് തിരിച്ചു വരേണ്ടത്? വിലകെട്ടവ പറയാതെ സദ്വചനം മാത്രം സംസാരിച്ചാൽ നിന്നെ ഞാൻ നാവ് പോലെയാക്കാം, എൻ്റെ നാവ് പോലെയാക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വേദന മാറാത്തതും മുറിവ് ഉണങ്ങാൻ കൂട്ടാക്കാതെ ഈ വിങ്ങിക്കൊണ്ടിരിക്കുന്നതിനെ കാരണമായിട്ട് കർത്താവ് കാണിച്ചു തരുന്നത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ ഉച്ചരിക്കാൻ നോക്കിക്കേ.
അസൂയയുടെ വാക്കും കോപത്തിൻ്റെ വാക്കും അഹങ്കാരത്തിൻ്റെ വാക്കുകളും ഈ നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളിൽ നിർത്തുക. ചില കർത്താവിനെ തന്നെ പുച്ഛിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെയും സാമർത്ഥ്യത്തെയും നിസാരമായിട്ട് കണക്കാക്കരുത്. ഓ, ഇത് ഞാനൊന്നും ഒരിക്കലും ശരിയാകാൻ പോകുന്നില്ല എന്നുള്ള വാക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വാക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിരാശയുടെ വാക്ക്. ഹല്ലേലൂയ. ചിലർ ഭയത്തിൻ്റെ വാക്കുകൾ പറയും. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഭയത്തിൻ്റെ വാക്കുകൾ പറയുക. ഇസ്രായേൽക്കാർ 40 വർഷം മരുഭൂമി ചുറ്റിക്കറങ്ങാൻ കാരണം ഭയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല. ദൈവത്തിന് ഇഷ്ടമായിരുന്നില്ല, അവരെക്കുറിച്ചുള്ള ദൈവേഷ്ടമാണെന്ന് വിചാരിക്കരുത് 40 വർഷം ചുറ്റിക്കറക്കുക എന്നുള്ളത്. ആ മരുഭൂമി 17 ദിവസം കൊണ്ട് നേരിട്ട് നടന്നാൽ കടന്നു പോകാനുള്ള മരുഭൂമി ഉണ്ടായിരുന്നുള്ളൂ. 40 വർഷം ചുറ്റിക്കറങ്ങാനുള്ള കാരണം 40 ദിവസം ആ ദേശത്ത് പോയി 12 ലീഡർമാർ പോയിട്ട് വന്നു, കാനാൻ ദേശം കണ്ടിട്ട് വന്നു തിരിച്ചു വന്നു. പക്ഷെ റിപ്പോർട്ട് കൊടുത്തതോ വളരെ മോശം റിപ്പോർട്ട്. വലിയ നല്ല സുന്ദരമായ സ്ഥലമൊക്കെയാണ്, തേനും പാലും ഒഴുകുന്നുണ്ട്. ദേ അവിടുന്ന് കിട്ടിയ മുന്തിരിങ്ങ നോക്കിക്കേ എന്ന് പറഞ്ഞു. മുന്തിരിങ്ങയുടെ ഒരു കൊലം മുന്തിരിങ്ങ 2 കൂട്ടര് ഒരു വലിയ ബാമ്പൂല് വെച്ച് അല്ലെങ്കിൽ ഒരു വലിയ കമ്പിൽ വെച്ച് കെട്ടിക്കൊണ്ടാവുന്നത്. one cluster of grapes 2 people had to carry എന്ന വചനം പറയുക. അത്ര വലിയ സംഭവമാണ് അവിടെ നടക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇവർ പറഞ്ഞു തന്നെ നെഞ്ചത്തടിച്ച് പറഞ്ഞു, അവിടെ രാക്ഷസന്മാരെ പോലെയുള്ള ആൾക്കാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ തിന്നുകളയും എന്ന് പറഞ്ഞു. അപ്പൊ 2 പേര് ജോഷുവായും കാലബും കൂടെ ഉണ്ടായിരുന്നവർ അവർ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, പ്രോബ്ലം കർത്താവിനേക്കാൾ വലിയൊരൊന്നുമല്ലല്ലോ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. പഴയ കാലങ്ങളിൽ കർത്താവ് നമുക്ക് ചെയ്ത അത്ഭുതങ്ങൾ മറന്നിട്ടാണോ സംസാരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് ഇത്രയും എത്തിക്കാൻ വേണ്ടി എന്തോരം വലിയ അത്ഭുതം ചെയ്ത ഫറവോനെ നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ ഒഴുക്കിക്കൊണ്ടുപോയെ. ഇത്രയും വലിയ അത്ഭുതം ചെയ്തിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ നിരാശയുടെ വാക്കാണോ പറയുന്നത്? അപ്പോഴത്തേക്കും ആളുകളെല്ലാവരും ഒരു ബാക്കി 10 പേര് പറഞ്ഞു, അല്ല അവിടെ ഉള്ള ഒരു രാക്ഷസന്മാർ തന്നെ, നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു തിന്നുകളയും. ഈ മരുഭൂമിയിൽ നമ്മളുടെ ജഡങ്ങൾ വീഴും, നമ്മളുടെ ശവങ്ങൾ ഇവിടെ വീഴുള്ളൂ. ഇതിനു വേണ്ടിയാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ജനക്കൂട്ടം മുഴുവൻ ഈ നെഗറ്റീവ് പറച്ചിലുകാരുടെ കൂടി എന്നിട്ട് എല്ലാവരും കൂടെ രാത്രി മുഴുവൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്നാണ് വചനം പറയുക. അപ്പോൾ ജോഷുവയും കാലബും അവരുടെ മുമ്പിൽ വെച്ച് തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, ദിസ് ഈസ് ഇൻസൾട്ടിങ് ദ ലോർഡ്, ഡോണ്ട് ഇൻസൾട്ട് ദ ലോർഡ്. നിങ്ങൾ കർത്താവിനെയാണ് പുച്ഛിക്കുന്നത്, ദൈവത്തിന്റെ സാമർത്ഥ്യത്തെ നിങ്ങൾ നിസാരമായി കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം കല്ലെടുത്ത് ഇവരെ എറിയാനായിട്ട് നോക്കി. അപ്പോൾ വചനം പറയുന്നു, ദൈവത്തിന്റെ മഹത്വം പ്രകടമായി. കർത്താവ് മോശയോട് പറഞ്ഞു, ഹൗ ലോങ് വിൽ ദിസ് പീപ്പിൾ ഇൻസൾട്ട് മീ? How long will these people insult me? പ്രിയമുള്ളവരെ, നിരാശയുടെ വാക്ക്, ഭയത്തിന്റെ വാക്ക് ദൈവത്തോടുള്ള ഇൻസൾട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, ബൈ their words they will be condemned. I will deal with them exactly what I heard them speaking. അവർ പറഞ്ഞത് തന്നെ അവർക്ക് സംഭവിക്കും. അവരെല്ലാം പറഞ്ഞു, ഈ മരുഭൂമിയിൽ നമ്മളെല്ലാം നശിച്ചു വീഴുമെന്ന് അവർ പറഞ്ഞത് തന്നെ അവർക്ക് സംഭവിക്കും എന്ന് കർത്താവ് ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 14 വേഴ്സ് 28 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇടേണ്ട കാര്യമില്ല. അപ്പോൾ 14:28 ഇപ്രകാരം പറഞ്ഞു, I will deal with them exactly what I heard them speaking. അതിനർത്ഥം ഇതാണ്, അവർ പറഞ്ഞത് തന്നെ അവർക്ക് സംഭവിച്ചു, അവർ ഭയപ്പെട്ട് തന്നെ അവർക്ക് സംഭവിച്ചു. ഒരു വ്യക്തി ഭയത്തിന്റെ സംസാരം നടത്തി കഴിഞ്ഞാൽ ആ സംസാരം തിരിച്ചു വരും. By your words you will be condemned. അതുകൊണ്ടാണ് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 3:25 പറഞ്ഞിരിക്കുന്നത്, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിക്കുന്നു. ഞാൻ ഭയപ്പെട്ടത്, whatever I am dread of, I am afraid that come true for me. If you are afraid that will come true for you. എന്തിനെക്കുറിച്ചാലും ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഭയത്തിന്റെ ആത്മാവിന് നമ്മുടെ മേൽ അധികാരം കിട്ടും. അതുകൊണ്ടാണ് ഒരു പട്ടീനെ നമ്മൾ പേടിച്ചു കഴിയുമ്പോൾ ആ പട്ടിക്ക് നമ്മുടെ മേൽ കുറച്ചുകൊണ്ട് വീണ്ടും വരാൻ അവസരം കിട്ടും എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പേടിച്ചിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് നമ്മളുടെ മേൽ അവസരം കിട്ടും. അതുകൊണ്ടാണ് കർത്താവ് ഭയപ്പെടേണ്ട എന്ന് വീണ്ടും നമ്മളോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ആകയാൽ ഭയത്തിന്റെ വാക്കുകൾ പറയരുത്. കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് എല്ലാം കർത്താവ് ക്രമപ്പെടുത്തും എന്ന വിശ്വാസത്തോടു കൂടി, എന്റെ കർത്താവ് എന്റെ പാപം ക്ഷമിക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് നമ്മൾ കുമ്പസാരത്തിനൊക്കെ പോകേണ്ടത്. കർത്താവിന് മുമ്പിൽ ചെന്ന് പറയണം, ഞാൻ പശ്ചാത്തപിക്കുന്നു. നമ്മളെ പാവങ്ങളെക്കുറിച്ച് ഓർത്താണ് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത്. പ്രിയമുള്ളവരെ, മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഒരു രോഗത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തിയെയും പേടിക്കേണ്ട കാര്യമില്ല. അവർക്കെല്ലാം മാക്സിമം നമ്മുടെ ശരീരത്തെ കീഴടക്കാൻ മാത്രമേ കഴിയുള്ളൂ. മറിച്ച് ശരീരത്തെ കീഴ്പ്പെടുത്താൻ വഴിയല്ല, ശരീരത്തെയും ആത്മാവിനെ നശിപ്പിക്കുന്ന പാപത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ബോധ്യവും അവബോധവും നമുക്കുണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തട്ടെ. നമ്മളിപ്പോൾ ഭക്ഷണത്തിനായി പോകുന്നതിന് മുമ്പ് കേട്ട വചനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കമുള്ള എളിമയും ജ്ഞാനവും കർത്താവിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ ഞാനെന്ന ഭാവം
ഇപ്പോൾ വിട്ടുപോകട്ടെ. അങ്ങനെയുള്ളവർക്ക് വചനത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അഹങ്കരിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തിനു മുമ്പിൽ ഒരു നീതീകരണമില്ല. ആകയാൽ വചനം പറയുന്നു, മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റുള്ളവനെ നീ പുച്ഛിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവനെ വിധിച്ചാൽ നിനക്ക് നീതീകരണമില്ല. മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവം, പുച്ഛിക്കുന്ന സ്വഭാവം, എന്ത് കണ്ടാലും ഒന്ന് കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, അതിപ്പം ദൈവിക കാര്യങ്ങളെ പോലും നിസ്സാരമായിട്ട് കണക്കാക്കുന്ന കാര്യം, അച്ഛന്മാരെയും കന്യാസിമാരെയും അല്ലെങ്കിൽ ബിഷപ്പുമാരെ പോലും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം. ബൈബിൾ പറയുന്നു, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരാളെ വിധിക്കുമ്പോൾ നിനക്ക് നീതീകരണമില്ല. ദൈവത്തിന്റെ കരുണയെ പോലും നിസ്സാരമായിട്ട് കണക്കാക്കിയാണോ നീ ചെയ്യുക? ആകയാൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും പിറുപിറുക്കുന്ന സ്വഭാവം, നിരാശയുടെ വാക്ക് പറയുന്ന സ്വഭാവം, അതായത് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ, ഇതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കട്ടെ. അതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായ ജ്ഞാനവും പശ്ചാത്താപവും നമ്മളിൽ വന്ന് നിറയട്ടെ. മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥ, ദൈവം ഒരാളെ ജീവിതത്തിൽ അനുഗ്രഹം കൊടുക്കുന്നത് കണ്ടിട്ട് അതിനെക്കുറിച്ച് സന്തോഷമില്ലാത്ത ഒരവസ്ഥയാണോ എന്നിലുള്ളത്? അതിനെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദേഷ്യപ്പെടുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ ബലഹീനതയൊന്നും മനസ്സിലാക്കാനോ ഒന്ന് പൊറുക്കാനോ സാധിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ ബലഹീനതയിൽ പെട്ടെന്ന് കോപിക്കുന്ന സ്വഭാവം. ബൈബിൾ പറയുന്നു, തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. റോമാലേഖനം 12:21 തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. തിന്മ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടോ? മറ്റുള്ളവരുടെ ഒരു തിന്മ കണ്ടു കഴിയുമ്പോഴത്തേക്കും കീഴ്പ്പെട്ടു പോകുന്ന, നിരാശപ്പെട്ടു പോകുന്ന, പിറുപിറുക്കുന്ന അല്ലെങ്കിൽ ഭീഷണി മുഴക്കുന്ന സ്വഭാവമാണോ എന്റേത്? അതുകൊണ്ടല്ലേ എന്റെ മുറിവ് ഇതുവരെയും ഉണങ്ങാത്തത്? അതുകൊണ്ടല്ലേ എന്റെ മുറിവ് ഇപ്പോഴും മിങ്ങിക്കൊണ്ടിരിക്കുന്ന? കർത്താവ് പറയുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം ഉച്ചരിക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് ഞാൻ തിരികെ തരും. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വചനങ്ങൾ ഈ സമയം അവകാശപ്പെട്ടുകൊണ്ട് സ്തുതിക്കട്ടെ. ഈ വചനങ്ങളെ നമ്മൾ ക്ലെയിം ചെയ്ത് സ്തുതിക്കട്ടെ. എല്ലാവരും ഉയർന്ന സ്വരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ലഭിച്ച ഓരോ അധികാരത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അസൂയയുടെ ആത്മാവ്, ദേഷ്യത്തിന്റെ സ്വഭാവം ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ. അസൂയയും ദേഷ്യവും ഈശോയുടെ നാമത്തിൽ ഈ സമയം ജനങ്ങളെ വിട്ടുപോകട്ടെ. കുറ്റപ്പെടുന്ന സ്വഭാവം, പിറുപിറുക്കുന്ന സ്വഭാവം യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാ കാര്യങ്ങളിലും പിറുപിറുക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന പുച്ഛത്തിന്റെ വശ സ്വഭാവം ഈശോയുടെ നാമത്തിൽ മാറി നിൽക്കട്ടെ. ദൈവിക സ്വഭാവങ്ങളെ നിസ്സാരമായി കണക്കാക്കുന്ന സ്വഭാവം ഈ സമയം വിട്ടുപോകട്ടെ. ശിവലഹ മലഹരിയ, ശിവലഹ മലഹരിയ. യഥാർത്ഥ പശ്ചാത്താപം ഹൃദയത്തിൽ വന്ന് നിറയട്ടെ. സമാധാനം നിറയട്ടെ. സന്തോഷം നിറയട്ടെ. കർത്താവിൽ സന്തോഷിക്കാൻ പറ്റുന്ന സ്വഭാവം ഉണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ സ്പിരിറ്റ് ഓഫ് ജലസി ആൻഡ് സ്പിരിറ്റ് ഓഫ് ആംഗർ in the name of Jesus, for the power of ordination conferred upon me, sharing that power with Father Salim and all the fathers here, I rebuke you, evil powers of darkness, spirit of jealousy and anger, get away from us. Mighty name of Jesus be glorified and we belong to Jesus. ഞങ്ങൾ കർത്താവിൻ്റെതാണ് ഏറ്റു പറയുന്നു. ഈശോയ്ക്ക് മാത്രം ഉണ്ടാകട്ടെ. ഈശോയ്ക്ക് മാത്രം ഉണ്ടാകട്ടെ. ഈശോയ്ക്ക് മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറഞ്ഞത് 3 അല്ലെങ്കിൽ 4 പേർക്ക് തലയിൽ കൈവച്ച് ഒരു കുരിശടയാളം വരച്ച് ഒരു ബ്ലെസ്സിങ് കൊടുക്കണം. പ്രൊനൗൺസ് ചെയ്യണം. ബ്ലെസ്സിങ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യുക: കർത്താവിൽ സന്തോഷിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ സന്തോഷിക്കുന്ന സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വന്നു കഴിയുമ്പോൾ മറ്റു സംഗതികളെല്ലാം പതുക്കെ വിട്ടുപോകും. കർത്താവിൽ സന്തോഷിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ സന്തോഷിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് കുരിശടയാളം വരച്ച് 3-4 പേർക്ക് ഒരു ബ്ലെസ്സിങ് കൊടുത്ത് നിങ്ങൾ വഴി കർത്താവ് ബ്ലെസ് ചെയ്യട്ടെ. യേശു അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദൈവിക സന്തോഷം, കർത്താവിൽ സന്തോഷിക്കുന്ന സ്വഭാവം, ആരെയും കുറ്റപ്പെടുത്താത്ത സ്വഭാവം, എല്ലാവരുടെയും നന്മ കണ്ട് സന്തോഷിക്കുന്ന സ്വഭാവം, എല്ലാവരുടെയും ബലഹീനതയിൽ കരുണ തോന്നുന്ന സ്വഭാവം, കുറ്റപ്പെടുത്താത്ത സ്വഭാവം, പുറപുറുക്കാത്ത സ്വഭാവം ലഭിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.